ആ ശശി, ആ മൂന്നാം സാക്ഷി തനി കള്ളനാ, ശ്രദ്ധിച്ചോ. ശരി സാർ. സൂസമ്മ ജേക്കബിന്റെ കോടതി ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന കൊച്ചു വക്കീലന്മാരോട് അവർക്ക് ഇത്തിരി ചായയൊക്കെ ഉണ്ട്. ആ രാമയുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്കല്ലേ, ഞാൻ ആ സെഷൻസിൽ ഓർഡർ ചെയ്ത് വന്നേക്കാം. വാ. എന്റെ മോൻ സമാധാനമായിട്ടിരിക്കെ, വിധി വരട്ടെ, ശിക്ഷിച്ചാൽ നമുക്ക് അപ്പീൽ പോവാം പോരെ. അതൊന്നും സാരമില്ലെന്നേ, എല്ലാം ഭഗവാന്റെ കൃപ. ഗുഡ് മോർണിംഗ്. മോനെ, ഇന്നിവിടെ ട്രയൽ ഉണ്ടോ? ട്രയലില്ല, ഇന്നിവിടെ അബൂബക്കർ കൊലക്കേസിന്റെ ഓർഡേഴ്സാണ്. ഓ, അത് താൻ ജയിക്കും. അത് പറയാൻ പറ്റില്ല, ലേശം ടഫാണ്. ആ ഒറ്റാൽ അപ്പീൽ പോകണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഴിക്കാട്ടുശ്ശേരി ഭാസ്കരൻ മകൻ രാജീവൻ, കുഴിക്കാട്ടുശ്ശേരി ഭാസ്കരൻ മകൻ രാജീവൻ, കുഴിക്കാട്ടുശ്ശേരി ഭാസ്കരൻ മകൻ രാജീവൻ. The prosecution has failed to prove the offense of murder charged against the accused. I find the accused is not guilty of the offense under section 302 Indian Penal Code and I acquit him. എന്തായി, സന്തോഷമായില്ലേ? എന്തായത്, PCA വാങ്ങിച്ചാണല്ലോ. ഞങ്ങളുടെ സന്തോഷത്തിന് ഇത് മതി. ഈ നാട്ടിൽ പോയിട്ട് കണക്ക് തീർക്കാനും വാശി തീർക്കാനും ഒന്നും നിൽക്കരുത്. ഇല്ല സർ. പറ്റേ. സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് 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 AKCC സിന്ദാബാദ് AKCC സിന്ദാബാദ് പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തൊഴിലാളി സമരം തോറ്റിട്ടില്ല 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 തൊഴിലാളി സമരം തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. വയ്യ, ഓടി ഓടി തളർന്നു. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. ഈ ട്രേഡ് യൂണിയൻ നേതൃത്വം ഒരു വലിയ പൊല്ലാപ്പ. എങ്ങനെങ്കിലും ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു. അതെ, ഇപ്പൊ തന്നെ ഇവിടെ അലൂമിനിയം കമ്പനിയിൽ സമരം, ബീഡി തൊഴിലാളികള് സർവസ്ത്ര സമരം. ഓടി എത്താണ്ടിരിക്കാൻ പറ്റുമോ? കാറുള്ളതുകൊണ്ട് ഓടണ്ട, അതൊരു സമാധാനം. അതെ, അത് പിന്നെ മാനേജ്മെന്റിനോട് ആരോടെങ്കിലും ചോദിച്ച ഒരു കാറ് തരും. ജോണി എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, എന്ത് മിണ്ടാന. നീ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരാൻ പോണൂന്ന് കേട്ടു. എനിക്കറിയില്ല. ഇവിടെ വല്ലയിടത്തും നിന്നാ മതി. ലോക്കൽ കമ്മിറ്റിയാ സുഖം. അത്യാവശ്യം വലിയ ഉപകാരങ്ങളും ഉണ്ടാവും. ഓ, സമയമായി. നാളെ അല്ലേ ലേബർ ഓഫീസറുടെ യോഗം? ഞാൻ വരും. പോട്ടെ, ഒരു അടിയന്തര കാര്യമുണ്ട്. പോട്ടെ പോട്ടെ. ആ ജോണിയും കബീറും വന്നിട്ടുണ്ട്. വരാൻ പറ. അകത്ത് വന്നാ വർത്താനം പറഞ്ഞിരിക്കും. അവിടെ ഒരാൾ മുള്ളുമല്ല നിൽക്കണത്. സാരമില്ല. നമസ്കാരം സാർ. ആ ബാബാ ഇരിക്കും. നാളെ യൂണിയന്റെ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് വരാൻ പറ്റില്ല. ആ അത് സാരമില്ല, അവസിക്കാൻ ഭക്ഷിക്കാം. പിന്നെ ആലിസ് മുന്നോട്ട് സുഖമായിട്ടിരിക്കുന്നു. എന്ത് സുഖം, സമരമല്ലേ. നാളെ ലേബർ ഓഫീസർ ഒരു ഒത്തുതീർപ്പ് യോഗത്തിന് വിളിച്ചിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. 74-ാം ദിവസം എല്ലാവരും അടുത്തു തുടങ്ങി. പിടിച്ചു നിൽക്കാണ്ട് എന്താ ചെയ്യുക? മാനേജ്മെന്റ് ഒന്നിനും തയ്യാറല്ല. സാറിന്റെ അമ്മാവനൊക്കെയല്ലേ ആളുകൾ. ആ ചെറുക്കൻ ഇത്തിരി ചൂടാണ് കേട്ടോ. രഘു, അവൻ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സാർ കാണുവാണെന്ന് പറഞ്ഞേക്ക്. ഞാനതിൽ ഇടപെടില്ല. അവർക്കൊക്കെ എന്നെ ഇപ്പോഴും പുച്ഛ. യൂണിയന്റെ കേസ് നടത്തുന്നതും പാർട്ടി മെമ്പർഷിപ്പും ഒക്കെ അവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല. വൈഫ് അവള് പാവ. ഇന്ന് അമ്മാവന്റെ പിറന്നാളാ. കാലത്ത് പോവാന്ന് പറഞ്ഞാ ഇതുവരെ പറ്റിയില്ല. ഇന്ന് പോയി തല കാണിക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഇന്ന് കാലത്ത് പോവാന്ന് പറഞ്ഞു. പോയോ? ഉച്ചയ്ക്കാവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇപ്പൊ സമയം എത്രയെന്നറിയോ? 3. ഇനി വരുമ്പോ തെറ്റ് മാപ്പും പറയും. എന്നിട്ട് അവസാനം പറയും നാളെ. നീ വരട്ടെ. ആണുങ്ങളായ വാക്കിനൊരിത്തിരി വ്യവസ്ഥയൊക്കെ വേണം.
ഞാൻ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനായിരുന്നെങ്കിൽ നീ ഇന്ന് വല്ല ബ്ലേഡ് കമ്പനിക്കാരന്റെ ഭാര്യയായിട്ടിരുന്നേ. അപ്പൊ പിന്നെ ആ ചന്ദ്രശേഖരൻ വക്കീലിന്റെ മോളുടെ ആലോചന വന്നപ്പോ അന്ന് അതങ്ങ് നടത്തായിരുന്നു. 2 ലക്ഷം രൂപയുടെ സ്വത്തും ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയും. ഐശ്വര്യമുള്ള കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് ആ കുരങ്ങിന്. ആ അതിന് നീ ദേഷ്യപ്പെടുന്നതിനാ? ആ അങ്ങനെ പറ്റിപ്പോയില്ലേ വേട്ട. അതെ അതെ. എന്നാ ചെല്ല്, ഇപ്പോഴും നിക്കണുണ്ടത് മൂത്ത് നരച്ച്. കെട്ടിക്കോ. അപ്പൊ പിന്നെ നിന്നെ എവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഞാനിവിടെ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം, അടുക്കളയില് പണിക്കാരത്തെ പോലെ. ആ അതൊന്നും ഇവിടെ നടപ്പില്ല. ഈ വീട്ടില് ഇതൊന്നും നടത്തിക്കിട്ടാൻ ആ ഗോവിന്ദൻ നായരുടെ അടുത്ത് ഞാനും അമ്മയും പെട്ട പാട്. ഇതൊരു തനി മണ്ടൂസാണ്, കഴുത. പോണ്ടടി നിന്റെ അച്ഛന്റെ 16 അടി നടത്തിന്. എന്തിനാ സേതുവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ആഘോഷിക്കും ഈ വയസ്സാം കാലത്ത് പറഞ്ഞാള്. ആ പോണമെങ്കിൽ വേവാട്ടെ, അല്ലേ തന്നെ തൊട്ടനും പിടിച്ചൊക്കെ പരാതിയാ ഗോവിന്ദനാർക്ക്. അവൻ വരില്ല, എന്റെ മോളെ അയക്കില്ല. അവന് കണ്ട ദരിദ്രവാസികളുമായിട്ടുള്ള സഹവാസമായ ഇഷ്ടം. എത്ര നല്ല ആലോചനകൾ വന്നാ സമ്മതിച്ചില്ല. അനുഭവിക്കട്ടെ. ജോലി തിരക്കുണ്ടാവും. മറ്റാർക്കും ജോലിയില്ലല്ലോ. പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട, ഞാൻ നോർമലാ. ശരി. കുട്ടപ്പൻ ഈസ് ഓക്കേ. എടാ, ആവശ്യത്തിനുള്ളത് കൊടുത്താ പോരായിരുന്നു. സമ്മതിക്കണ്ടേ? ഞാൻ ആവശ്യത്തിനുള്ളതേ കഴിച്ചിട്ടുള്ളൂ. എന്റെ കൺട്രോൾ വിട്ട് ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ പോട്ടെ. വെരി വെരി. ഞാനിവനെ കൊണ്ടുവിട്ടിട്ട് വരാം. നടക്ക്. ഇവിടെ 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 അല്ലേ? അല്ല, ഇവിടെ ഇങ്ങോട്ട് വാ, നടക്ക്. ബാക്ക് സീറ്റ്. ഓ, ബാക്കെങ്കിൽ ബാക്ക്. കേറ്. അയ്യോ, കുട്ടവാ, കുട്ടവാ. വരാം വരാം വരാം. പറഞ്ഞ കാര്യം 3 തരാം. ഒരു വസ്തു പേടിക്കണ്ട. ജോണിയെ ഞാൻ ഒതുക്കി തരാം. വാ ഇങ്ങോട്ട്. വാ, വാ. നടക്ക്. ആ കാര്യം പിന്നെ പറയാം. നടക്ക്. മനസ്സിലാക്കട്ടെ. വാ ഇങ്ങോട്ട്. ആ, കേറ്. തുറക്കല്ലേ തുറക്കല്ലേ. സേതു മാധവൻ ഒരു പോയിന്റ്. ഏത് സേതു മാധവൻ? മൈ ബിലവഡ് ഫ്രണ്ട്, യുവർ ബ്രദറില്ല, ഇഷ്ടനല്ല. സേതു മാധവനെ പിടിക്കണം, കസ്റ്റഡിയിലെടുക്കണം. ഞാൻ വിളിച്ചു പറയട്ടെ? വേണ്ട, ഞാൻ വിളിച്ചു പറയാം. വേണ്ട. ഞാനിവിടെ കേറ്. സേതു കേറ് ഇങ്ങോട്ട്. കസ്റ്റഡിയിൽ കയറി. കമ്പനി ഞാൻ തുറപ്പിക്കും. ഓക്കെ, മനസ്സിലായോ? സഹാവ് കുട്ടവൻ തുറപ്പിക്കും. കഴുതേ കാല് പിടിക്കാം. ഇവന്റെ ഒക്കെ കാല് പിടിക്കുന്ന വിഷമം. ഇത് നീട്ടിവെക്കാൻ പറ്റാവുന്നവരുടെ കേസുണ്ടായിരുന്നു. ഇത്രയും വൈകിപ്പോ വരുമെന്ന് കരുതിയില്ല. അച്ഛനൊരു മുണ്ടും ഷർട്ടും. എന്തിനാ ഇതൊക്കെ? നീ അങ്ങ് വല്ല ക്ഷണിച്ചു പോയല്ലോ. ഏയ്, നീ വാ, അമ്മ കാത്തിരിക്കുക. എന്നെ ഓർമ്മയുണ്ടോ? ഉവ്വ്, നന്നായിട്ട് ഓർക്കുന്നു. 10,000 രൂപയ്ക്ക് ഞങ്ങളുടെ വീടും പറമ്പും പണയത്തിനെടുത്ത അച്യുതൻ നായരെ ഞാൻ എങ്ങനെ മറക്കാനാ? അത് തീരല്ലായിരുന്നു. പേടിക്കണ്ട, ഞാനത് തിരിച്ചു വയ്ക്കാനൊന്നും വരുന്നില്ല. കാരണം നിങ്ങൾ അന്ന് തന്ന പണമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആവുമായിരുന്നില്ല. നിനക്കെങ്കിലും നേരത്തെ ഒന്നുമില്ലായിരുന്നോ? വരുന്നവര് ചോദിക്കുന്നത് നിന്നെയും ചെയ്തൂനിയാ. അവിടുത്തെ ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും വന്നല്ലോ, അത് തന്നെ സമാധാനം. അവനെവിടെ? നോക്കട്ടെ. ഹായ്, വന്നു നിൽക്കാൻ കണ്ടൊരു സ്ഥലം. പഴയ താവളമല്ലേ, പക്ഷെ ഇവർക്കൊന്നും എന്നെ പരിചയമില്ല. ഒരു മൂരിക്കുട്ടനുണ്ടായിരുന്നു, 7ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അന്നാ. ചാണാൻ മാരാൻ വന്നപ്പോ ഒരു ഒറ്റ ഇടി. ഓ, അന്ന് ഗോമൂത്രത്തിൽ കടുപ്പത്തിൽ ഉപ്പിട്ട് ഒരു ഒറ്റ ഗ്ലാസ് കുടിപ്പിച്ചു അമ്മായി. അടുത്ത വെക്കേഷൻ 2 ദിവസം ഇവിടെ താമസിക്കും. പറയേ ഉള്ളൂ, വരില്ല. ഇല്ല, ഇത്തവണ വരും. എന്നിട്ട് പഴയ കഥകളൊക്കെ ആലോചിച്ച് പകലൊക്കെ ഈ പറമ്പിൽ ആകെ ചുറ്റിക്കിറങ്ങണം. അന്നൊക്കെ എന്നും ജോലി കഴിഞ്ഞാ
സന്ധ്യയ്ക്ക് മാവിന്റെ മുകളിൽ കയറി ഇരിക്കും. ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുന്നുംപുറം കാണാം. അമ്പാട്ട പണിയും കഴിഞ്ഞ് ആ കുന്നിറങ്ങിയിട്ട് അമ്മ വരിക. അമ്മ പുഞ്ചപ്പാറത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അമ്പാട്ടിൽ നിന്ന് കിട്ടുന്നത് എല്ലാം അമ്മയുടെ മടിയിലുണ്ടാവും. തൊപ്പിക്കേക്ക്, പഴം നുറുക്ക്, പിന്നെ പേരറിയാൻ പാടാത്ത കുറേ പലഹാരങ്ങൾ. നീ എന്തിനാ കരയുന്നേ? വേണ്ട, അതൊന്നും പറയണ്ട. ഛെ, നീ ഇങ്ങനൊരു മണ്ടി. അതൊക്കെ ഓർക്കുന്ന ഒരു സുഖമല്ലേ? ഏറ്റവും താഴത്തെ പടിയുന്നാ ഞാൻ ചവിട്ടി കയറി വന്നത്. എന്തിനാണെന്നറിയോ? നിന്നെ അവകാശപ്പെടാൻ. നാളെ പോയാൽ പോരെ? ഇന്ന് തന്നെ പോണം. നാളെ ഒരു പ്രധാനപ്പെട്ട കേസുള്ളതാ. കുറച്ച് റെഫറൻസ് ഉണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വല്ലതും കിട്ടണുണ്ടോ? ആ, ജീവിക്കാനുള്ള വക. അതെങ്ങനെയാ? 4 കാശുണ്ടാക്കാനല്ലോ താല്പര്യം. നീ ആ വക്കീൽ പണി കളഞ്ഞിട്ട് വാ. 4 കാശുണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. സേതുവേട്ടന് സ്വന്തം കാര്യത്തെക്കാൾ വലുത് മറ്റേലതാ. മോനെ, ഈ പായസം കഴിച്ചിട്ട് പോ. മധുരം നിനക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. വയറ് നല്ല സുഖമല്ല. അനിത 2 ദിവസം അവിടെ നിൽക്കട്ടെ. അവളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ല. മോന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. അങ്ങനെ ആവട്ടെ. 2 ദിവസം കഴിഞ്ഞ് വണ്ടി അയക്കാം. അമ്മാവാ, അടുത്ത തിങ്കളാഴ്ച അച്ഛൻ്റെ ആണ്ടാ. ഓ, അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടായിട്ടല്ല, അമ്മ മരിക്കുമ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ്റെ ആണ്ടുബലി മുടക്കരുതെന്ന്. ഞാൻ ഇറങ്ങുന്നു. അല്ല, കക്ഷി വന്നില്ലേ? അമ്മായിക്ക് നിർബന്ധം. 2 ദിവസം അവിടെ നിൽക്കട്ടെ. 2 ദിവസം തികച്ചു തന്ന ഭാഗ്യം. ഗോവിന്ദനായർ എന്ത് പറഞ്ഞു? വക്കീൽ പണി ഉപേക്ഷിച്ചെങ്കിൽ ചെല്ലാൻ കാശുണ്ടാക്കാനുള്ള വിദ്യ പറഞ്ഞുതരാമെന്ന്. ഇനിയും കഷ്ടപ്പെടുത്താനായിരിക്കും. അച്ഛൻ മരിച്ചപ്പോ മരണം കാണാൻ കൂടി വരാത്തവനാ. സ്വന്തം പെങ്ങളും കുട്ടിയല്ലേ. വളർത്തി ഈ നിലയിലെത്തിക്കാൻ ഭാര്യ തമ്മിൽ എന്ത് പാടുപെട്ടു. തിരിഞ്ഞു നോക്കില്ല അയാള്. എന്നിട്ടിപ്പോ വിദ്യ പറഞ്ഞു കൊടുക്കാണ്. എനിക്കറിയാൻ രാമേട്ടാ, 10ാം ക്ലാസ് ജയിച്ചപ്പോ തുടർന്ന് പഠിക്കണമെന്ന് പറയാൻ ഞാനും അമ്മയും കൂടെ അവിടെ ചെന്നപ്പോ അമ്മാവനൊരു ചിരി ചിരിച്ചു. ഇപ്പോഴും എന്റെ ചെവിട്ടി മുഴങ്ങുന്നുണ്ട് ആ ചിരി. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഒരു തൂമ്പ വാങ്ങിച്ചു തരാമെന്ന്. ഏതായാലും സേതുമാധവൻ തൂമ്പാ പണിക്കാരനായില്ല. കഞ്ഞി കുടിക്കാം. എനിക്ക് വേണ്ട, വിശപ്പില്ല. അനു വരണവരെ പട്ടിണി കിടക്കാനാ പ്ലാൻ? ഏയ്, അതുകൊണ്ടല്ല. വീടൊഴിഞ്ഞ പോലെ തോന്നുന്നു. അകന്നിരിക്കുമ്പോഴാ ബന്ധങ്ങളുടെ വില അറിയുന്നത്. ആ, ഏതായാലും എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ.
ചായ. ഇന്നലെ രാത്രി മൂപ്പരങ്ങ് എത്തി. എന്തായി പറയണേ? പാതിരാക്കി കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തി. അയ്യേ, 4 പേര് കേട്ടാ നാണക്കേട്. ഞാനും ഉറങ്ങിയിട്ടുണ്ടായില്ല. അതേ രാമേട്ടാ, ആ, ഇവൾക്ക് രാത്രി ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ രാത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് ഒക്കെ ചെയ്ത്. ആ, ആ. സഖാക്കളെ, യുണൈറ്റഡ് മിൽസിലെ നമ്മുടെ സമരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എത്രയും വേഗം നമുക്ക് ഒത്തുതീർപ്പിലെത്തണം. നമ്മുടെ ഡിമാൻഡുകൾ പരിഗണിക്കാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട്. എന്ന് അതിപ്പം ഉടനെ. അതാ നല്ലത്. ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. 2 മാസത്തെ ശമ്പളം വെറുതെ പോയി. അതാ നല്ലത്. അത് തന്നെ, അത് മതി. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം. അപ്പൊ അടുത്ത ഒത്തുതീർപ്പ് യോഗത്തിൽ സമരം ഞാൻ നിരുപാധികം പിൻവലിക്കും. എന്താ? ഞാൻ ചോദിക്കുന്നില്ല. സമരം നിരുപാധികം പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ ഈ തൊഴിലാളി സുഹൃത്തുക്കൾ പട്ടിണി കിടന്ന് മരിക്കണോ? ആരും മരിക്കില്ല. ഈ കമ്പനി ഒരു ദിവസം തീപിടിച്ച് നശിച്ചു പോയാൽ പിന്നെ ഈ തൊഴിലാളികൾ ജീവിക്കില്ലേ? സഖാക്കളെ, ത്യാഗങ്ങളുടെ നേട്ടങ്ങളുണ്ടാവും.
കഷ്ടപ്പെടാനും ത്യാഗം സഹിക്കാനും നാം തയ്യാറല്ല. ഇന്നും നമ്മുടെ ശാപം അതാണ്. ആയിരങ്ങൾ പട്ടിണി കിടന്നും ജീവത്യാഗം ചെയ്തും വളർത്തിയ പ്രസ്ഥാനമാണിത്. അവരൊഴുക്കി കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഉപ്പാണ് നാം പങ്കുവറ്റുന്നത്. നീണ്ട 77 ദിവസങ്ങൾ നാം പിടിച്ചു നിന്നു. മാനേജ്മെന്റിന് മുട്ടുകുത്താൻ നിവൃത്തിയില്ലെന്ന ഘട്ടമായിരിക്കുന്നു. ഇപ്പോൾ നാം പിൻവാങ്ങിയാൽ ഇനിയൊരു അവകാശത്തിന് വേണ്ടിയും നമുക്ക് ശബ്ദമുയർത്താൻ കഴിയില്ല. തൊഴിലാളികളുടെ ആത്മവിശ്വാസം തകരും, അവൻ അടിമയാകും. സഹാക്കളെ, നമുക്ക് വേണ്ടിയാണ് നാം പടവരുന്നത്. വിജയം അടുത്തെത്തിക്കഴിഞ്ഞു. വിശപ്പിന്റെ വില അറിയാത്തവരല്ല നമ്മൾ. തോറ്റു മടങ്ങരുത്. അവസാന വിജയം നമ്മുടേതാണ്. ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി സമരം തോറ്റിട്ടില്ല! തൊഴിലാളി സമരം തോറ്റിട്ടില്ല! തോറ്റ ചരിത്രം കേട്ടിട്ടില്ല! തോറ്റ ചരിത്രം കേട്ടിട്ടില്ല! ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം നിർത്ത. സേതുല്ലേ? ആരെ? അല്ല, വക്കീലേ. ഓ, അത് ശരി. ഇല്ല, ഇന്ന് ഹൈക്കോടതി കേസുള്ള ദിവസാ. എപ്പ വരും? അല്ല, എപ്പ വരുമെന്ന്? വൈകും. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറയാവുന്നതാണെങ്കിൽ പറയാം. നാളെയല്ലേ സഖാവ് മാധവൻ മരിച്ച ദിവസം? അതെ. ഒരു ചരമദിനം ആഘോഷിച്ചാലും ആലോചിക്കാം. ആര്? ഞങ്ങള് അഭ്യുദയകാംക്ഷികൾ. വേണ്ട, ആ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ ആഘോഷിക്കണ്ട. അയ്യോ, വലിയ ചെലവൊന്നുമില്ല. 1000 രൂപ. ഒന്നുമില്ലേലും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളല്ലേ? പാർട്ടിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെയൊക്കെ ചെലവ് ദിനം നിങ്ങൾ ആചരിക്കുമോ? അതിപ്പോ പറ്റൂ. ഇത് നമ്മുടെ വക്കീലിന്റെ അച്ഛനാവുമ്പോ ഒരു പബ്ലിസിറ്റി. വേണ്ടെങ്കി വേണ്ട. ഞാൻ എന്റെ ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞപ്പം പിന്നെ ഒരു 100 രൂപ ഉണ്ടോ? കടമായിട്ട് മതി. ആരാ വന്നത് രാമേട്ട? ആ ചെറ്റ കുട്ടപ്പൻ. അവന് മാധവേട്ടന്റെ ചരമദിനം ആഘോഷിക്കണമെന്ന്. ആ മനുഷ്യൻ ആരായിരുന്നു എന്ന് ഇവനൊന്നും അറിയില്ല. കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ആ, ഇങ്ങനെയാണൊരുത്തനെ എന്റെ ആയുസ് കണ്ടിട്ടില്ല. സേതുവിന്റെ തൽസ്വരൂപം. എന്നെ ചങ്ങാതി എന്നാ വിളിക്ക. എനിക്ക് ചങ്ങാതി മാത്രമായിരുന്നില്ല, സ്വന്തം ജ്യേഷ്ഠനെ പോലായിരുന്നു. മംഗലശ്ശേരിന്ന് ഭാഗീരഥി അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഇടത്തെ തോളത്തിരുത്തി 4 ആള് വെള്ളമുള്ള കാഞ്ഞിരപ്പുഴ നീന്തിക്കിടന്ന്. അതോ മിഥുനം കർക്കിടക മാസം വിരൽ വെച്ചാ മുറിയും, അത്രയ്ക്കൊണ്ട് ഒഴുക്ക്. അച്ഛനും മുത്തച്ഛനും ഒക്കെ കൊല്ലുമെന്നും തകർക്കുമെന്നൊക്കെ പറഞ്ഞു. എവിടെ, നേർക്ക് നേരെ നിന്നു കൂട്ടാൻ ഒരുത്തർക്കും ധൈര്യം ഉണ്ടായില്ല. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇറങ്ങുന്നു മൂപ്പര്. 55-56 കാലം. സേതുവിന് 1 വയസ്സുള്ളപ്പോഴാ മരണം. ഒറ്റായിരുന്നു, യോഗം ഉണ്ടായില്ല. ചന്ദനം തൊട്ടൊരു നീര് കൊടുത്ത്, എള്ളു തൊട്ടൊരു നീര് കൊടുത്ത്, എള്ളും പൂവും ചന്ദനം തൊട്ടൊരു നീര് കൊടുത്ത്, വിളക്കിലൊരു പൂവിട്ട് തൊഴുത്, മരിച്ചയാളുടെ നാളും പേരും മനസ്സിൽ തൊട്ട് ആരാധിച്ച്, പിണ്ടം കയ്യിലെടുത്ത് പിണ്ടം സമർപ്പിയാമി, പിണ്ടം സമർപ്പിയാമി, പിണ്ടം സമർപ്പിയാമി എന്ന് 3 പ്രാവശ്യം ഒരുമിട്ട് രക്തസാക്ഷികൾ സിന്ദാബാദ്! രക്തസാക്ഷികൾ സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്! ഞങ്ങൾ മാർക്കറ്റ് പിടിച്ചു വരുന്ന സമയമാണ്. ഇപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്ര നാളത്തെ അധ്വാനത്തിന് യാതൊരു ഫലമില്ലാതാവും. ഇതിലൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? സമരം പിൻവലിപ്പിക്കാവുന്നല്ലേ താൻ പറഞ്ഞത്? നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനും ഞാൻ എതിരല്ല. തൊഴിലാളികൾക്ക് സമരം ഒന്ന് അവസാനിച്ചേണ്ടാ മതിയെന്ന്. പക്ഷെ ജോണി സമ്മതിക്കണ്ടേ?
അവൻ എന്റെ ഓവർടേക്ക് ചെയ്ത് ഡിസ്ട്രിക്ട് കമ്മിറ്റി കയറുമെന്നാ എന്റെ പേടി. നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി അതെന്റെ ചോറ. അവനെ വളയ്ക്കാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, പക്ഷെ അവൻ വളയുന്ന സൈസ് അല്ല. എങ്കിലും ഇടിച്ചൂടെ? പറ്റുമോ? അവനല്ലേ പ്രശ്നം. അല്ല, ഇപ്പോ തനിക്ക് എന്റെ കൂടെ നിൽക്കാമോ? മരുന്ന് തീർന്നു അല്ലേ? അലീസേ, അമ്മയ്ക്ക് വല്ലതും കൊടുത്തോ? ഇത്തിരി കഞ്ഞി ഉണ്ടായിരുന്നോ? മോനെ ഉണർത്തണ്ട, കരഞ്ഞു ഉറങ്ങിയത്. കഴിക്കൂ. തനിക്കോ? ഞാൻ കഴിച്ചു. നുണ പറയുമ്പോ നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം. രണ്ടു ദിവസം കുഞ്ഞുണ്ണുവൈദ്യരുടെ വീട്ടിൽ പണിയുണ്ടായിരുന്നു. നാഴിക്ക് 40 വട്ടം വീട്ടിൽ പോകുന്ന പരാതി. മോനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാശ് വല്ലതും ഉണ്ടോ കയ്യിൽ? കാശുണ്ട്. സമരഫണ്ട. എന്ത് ഫണ്ടായാലും ഒരു 5 രൂപ ഇങ്ങിതാ. മോനിത്തിരി റൊട്ടി വാങ്ങാനാ. അവൻ വിശന്ന് കരയുന്നത് കാണാൻ വയ്യ. അത് വേണ്ട. നമ്മുടെ മോൻ വിശന്ന് കരഞ്ഞോട്ടെ. വിശപ്പ് അറിഞ്ഞു വളരട്ടെ അവൻ. ജോണി, എന്താ? ഒരു അത്യാവശ്യമുണ്ട്. അലീസേ, MLA ഇടപെട്ട സമരം തീരും. എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോണിയോട് ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന്. ആര് വേണമെങ്കിലും ഇടപെടട്ടെ. ഡിമാൻഡുകൾ അംഗീകരിച്ചാലേ നമുക്ക് സമ്മതിക്കാൻ പറ്റൂ. ജോണി, ജോണി,
എനിക്കൊരൊറ്റ വിഷമമേ ഉള്ളൂ. ഞാനാണല്ലോ ജോണിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നത്. അവർക്ക് എന്നെ കൊല്ലാമായിരുന്നു. ഞാൻ മരിച്ചാൽ അതൊരു നഷ്ടമല്ല. ജോണി മഹാനായിരുന്നു. വന്നല്ലോ. വരട്ടെ 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 ഒന്ന് വന്ന് താങ്ങി തന്നെ. പിടിച്ചോ പിടിച്ചോ. പിടിച്ചു. തലഭാഗം അങ്ങോട്ട് പോട്ടെ. മാറി അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചു. പോട്ടെ. അച്ഛനെ ഒന്നുകൂടെ പിടിച്ചിരുന്നേ പള്ളിയിൽ തന്നെ അടക്കാമായിരുന്നല്ലേ. ഭാസ്കര, ഇതൊന്ന് നിരത്തി വെച്ചേ. കാണാൻ നല്ല ഷോ വേണം. എന്റെ വലം കൈ നഷ്ടപ്പെട്ടു. ഇന്ന് വമ്പിച്ച പ്രതിഷേധ പ്രകടനമുണ്ട്. വക്കീൽ വരുന്നില്ലേ? ഇല്ല. അതെന്താ? ഓ, നിങ്ങളുടെ അമ്മാവന്റെ മകനാണല്ലോ. അതുകൊണ്ടല്ല, മൈക്കിന് മുമ്പ് ഇന്ന് പ്രകടിപ്പിക്കാവുന്നല്ല എന്റെ പ്രതിഷേധം. സർ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്നകത്തേക്ക് വരൂ. ചോദിക്കുന്നോണ്ട് വിഷമം തോന്നരുത്. ഞങ്ങളുടെ യൂണിയന്റെ എല്ലാ കേസും സാറാണ് വാദിക്കുന്നത്. പക്ഷേ ഇത് പ്രതി സാറിന്റെ ബന്ധുവാണ്. കബീറിന് സംശയമുണ്ടല്ലേ? നീതിക്ക് വേണ്ടി നിൽക്കാനേ എനിക്ക് കഴിയൂ. മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുണ്ട്. ഗോവിന്ദൻ നായരും രഘുവും വന്നിട്ടുണ്ട്. എന്തിനാന്നറിയില്ലേ? രഘു അവനൊരു തെറ്റ് പറ്റിയതാ. നമ്മളല്ലാതെ. മതി, നീ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. വേണ്ട, നീ എന്നോട് അത് ആവശ്യപ്പെടണ്ട. ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ശിവം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചതല്ല, നിവർത്തിയില്ലാണ്ടായി. ഒരാളെ കൊല്ലാൻ വേറെ എന്തെല്ലാം മാർഗം കിടക്കുന്നു. നിനക്ക് അങ്ങനത്തെ വാശി ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു ഈച്ച പോലും അറിയാൻ ഞാൻ സാധിച്ചു തരുമായിരുന്നല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമുക്കിതിന്ന് തടി രക്ഷിക്കാൻ എന്താ മാർഗമെന്ന് നോക്കാം. ആദ്യം അവനെ പോലീസിൽ ഹാജരാക്കി ജാമ്യത്തിലെടുക്കാൻ നോക്ക്. പിന്നെ കേസല്ലേ, അതിന് നീ ഉണ്ടല്ലോ. ഞാനുണ്ടാവില്ല. ഞാൻ യൂണിയന്റെ അഡ്വക്കേറ്റാണ്. പ്രോസിക്യൂഷന് വേണ്ടി എനിക്ക് നിൽക്കേണ്ടി വരും. കുടുംബത്തെക്കാൾ വലുതാണോ നിനക്ക് യൂണിയൻ? അമ്മാവൻ ക്ഷമിക്കണം. അതെ സേതുട്ടാ, സോറി രഘു. നീ അത്രയ്ക്ക് ആവശ്യതീരനാണല്ലേ? ഇവിടെ വേറെ വക്കീൽമാരില്ലായിട്ടല്ല, സ്വന്തം ചോരയാണെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. പോടാ. മറ്റാരായിരുന്നെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു. ജോണിയുടെ ഭാര്യയെ കണ്ടപ്പോ എന്റെ അമ്മയെയും ആ കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ ബാല്യവും ഞാൻ ഓർത്തുപോയി. 32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാധവൻ നായർ, ഇന്നൊരു ജോണി.
അകലുമ്പോ നോവുന്ന ഒരു ബന്ധം നീ മാത്രമേ ഉള്ളൂ. നിനക്കെന്നെ മനസ്സിലാവണം. എനിക്കറിയാം, ഈ മനസ്സെനിക്കറിയാം. അവനെ അവരുപദ്രവിക്കൂ. ഞാനല്ലേ പറയുന്നത്, എന്ത് ചോദിച്ചാലും സമ്മതിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് യു ബിലീവ് മീ. എന്നെ ആദ്യം വിശ്വസിക്കുക, ദൈവത്തെ പോലെ വിശ്വസിക്കുക. എന്താ വിശ്വാസമല്ലേ? എനിക്ക് വിശ്വാസമാണ്. എങ്കിലും പിന്നെ എന്താ ഒരു ഡൗട്ട്? പണമുണ്ടോ? പണം എത്ര വേണമെങ്കിലും ചിലവാക്കാം. എങ്കിൽ ഒരു ഹോട്ടലിൽ പോയി ടീ ഒക്കെ കുടിച്ച് വിശ്രമിക്ക്. നോക്കി നോക്കാം. പേടിച്ചു പോയോ? ജോണിയുടെ മരണം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. നിനക്കും കൊച്ചിനും ഒരു ഫണ്ട് ശേഖരിക്കാൻ ഞാൻ ജില്ലാ കമ്മിറ്റി പ്രസ് ചെയ്യുന്നുണ്ട്. ജോണി ചത്തതുകൊണ്ട് നീ പേടിക്കണ്ട, ഇടയ്ക്കൊക്കെ ഞാൻ വരാം. ഒന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളാം. അങ്ങനെ പറയല്ലേ, എനിക്കും ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഇല്ലേ ആലീസേ? ടിങ്, പനിങ്കിളി, കണ്ണാ, ദാ, പിടിച്ചോ. അവൻ വിചാരിച്ചു ഗോവിന്ദൻ നായരും മോനും വെറും ഏഴാം കൂലികളാണെന്ന്. കണ്ടോ, പുല്ല് പോലെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഗോവിന്ദൻ നായർക്ക് കേസ് ഒരു പുത്തരിയല്ല. ഇവന് വേണ്ടി ആരാ ഹാജരാകുന്നതെന്ന് അറിയാവോ? അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തി. മോനെ, പോലീസുകാരെന്തെങ്കിലും ചെയ്തു? ഇല്ലമ്മേ. കുറച്ചു ദിവസത്തേക്ക് നീ പുറത്തങ്ങ് ഇറങ്ങണ്ട, മനസ്സിലായോ? സരസ്വതി, ഇനി നിനക്ക് ഒരു മോളും മരുവനും ഇല്ല. ആ ബന്ധം അവസാനിച്ചു. ബാക്കി സാക്ഷികളൊക്കെ നാളെ കൊണ്ടുവന്നു. ഹലോ സേതുമാധവൻ, ഇന്നല്ലേ നമ്മുടെ കേസ് തുടങ്ങുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഹലോ പി പി, ഇവൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് നിങ്ങളുടെ ജോലി പറഞ്ഞു അല്ലേ? ഭാഗ്യവാൻ. കാണാം. ഓക്കെ. ജുഡീഷ്യറിലും ഗവൺമെന്റിലും നല്ല പിടിപാടാ. ഇനി സംശയമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ചോദ്യങ്ങൾ കേട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ശരി. രാമേട്ടനെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? മറക്കോ? ഒന്നുകൂടി നോക്കണോ? ഞാൻ എത്ര കോടതി കണ്ടതാ. ജോണിയെ കൊല്ലുന്നത് കണ്ടത് നിങ്ങളാണല്ലേ? അതെ. മരണപ്പെട്ട ജോണി നിങ്ങളുടെ സുഹൃത്തായിരുന്നു? എന്റെ വലം കൈയായിരുന്നു. ഓഹോ, അപ്പൊ സുഹൃത്തായിരുന്നില്ല? അതെ, സുഹൃത്തായിരുന്നു. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ജോണി അടിയേറ്റ് വീഴുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു. എന്തുകൊണ്ടാണ് അടിച്ചത്? അത് കൃത്യമായിട്ട് കണ്ടില്ല. അതെന്താ? ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണട വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടോ? കുറേശ്ശെ. സമയം രാത്രിയായിരുന്നല്ലോ. ജോണിയെ അടിച്ചു വീഴ്ത്തിയത് രഘുവാണെന്ന് ഉറപ്പിച്ച് പറയാമോ? ഉറപ്പിച്ച് പറയാമോ? ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ കണ്ണട വെക്കാതിരുന്നോണ്ട് വ്യക്തമായിട്ട് കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് രഘുവാണ് അടിച്ചത് നിങ്ങൾ പറഞ്ഞത്? കബീർ പറഞ്ഞു. That's all, Your Honor. Prosecution re-examination? Nothing, Your Honor. കള്ളക്കളിയാണ് അവൻ കളിച്ചത്. ആരാണ് ഇവനെ ഒന്നാം സാക്ഷിയാക്കിയത്? ചീഫ് എക്സാമിനേഷനിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും ക്രോസ് എക്സാമിനേഷനിൽ കൃഷ്ണമൂർത്തി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും രണ്ടും ഞാൻ അവനെ പഠിപ്പിച്ചതാണ്. അന്ന് അതൊക്കെ കൃത്യമായി പറയുകയും ചെയ്തു. കേസ് നമ്മൾ തോക്കോ സാർ? ഇത് തോക്കാൻ പാടില്ല കബീർ. സത്യം നമ്മുടെ ഭാഗത്താണ്. സത്യം ജയിക്കും. ഗോവിന്ദൻ നായര് പണം വാരി അറിയുമെന്ന് നാട്ടുകാർ പറയുന്നത്. പണം കൊണ്ട് കോടതിയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്തിക്സ് നഷ്ടപ്പെടാത്ത ഒറ്റ മെഷീനറി ഉള്ളൂ, ജുഡീഷ്യറി. ഭഗവാനെ, കള്ളക്കളിയാണ് കളിച്ചത്. ഗതി മുട്ടുമ്പോൾ അവിടുന്ന് ചില വേലകളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. കാര്യങ്ങൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണണം. വിദേശി, സാക്ഷാൽ വിദേശിയാണല്ലേ? കസിന് ഒരാൾ സിംഗപ്പൂരുണ്ട്.
അവൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തയക്കുന്നതാ. മിടുക്കൻ. മിടുക്കനാണ്. വേഷം അസലായിരുന്നു. നടനം ഇത്തിരി വശമാക്കിയിട്ടുണ്ടല്ലേ? ഏത് വേഷവും കെട്ട വിഡ്ഢിവേഷമാണെങ്കിൽ വിഡ്ഢിവേഷം. എത്ര കൊടുത്തു? 3000. ഇത്തിരി കുറഞ്ഞു പോയി അല്ലേ കുട്ടപ്പാ? അതെ, അത് അവിടുന്ന് മുതലാളി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ മതി. സാരല്ലേ കുട്ട, ബാക്കി അവര് തന്നോളും. ആര്? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ വേറെ ചില മുട്ടാളന്മാര്. എന്താണ് ഇവിടെ? മഴ വന്നപ്പോ നിനക്കൊന്ന് നശിപ്പിക്കണം വേണോ? ഒരക്ഷരം മിണ്ടി പോരുത്. ഇറങ്ങിപ്പോ. പോകാൻ. കബീറെ, എനിക്കൊരു അബദ്ധം പറ്റി. ഒരു തൊഴിലാളി പ്രവർത്തനം പറ്റാൻ പാടില്ലാത്ത അബദ്ധം. ആലീസ്, അന്ന് ഞാൻ വിചാരിച്ചു വിവാഹപ്രായം കഴിഞ്ഞേക്കുന്ന ഒരു പെണ്ണോട് കാണിക്കാവുന്ന കാരുണ്യം ഇപ്പോ ഒരു കുഞ്ഞുകൂടിയായി. വേണ്ടായിരുന്നു. പട്ടിണിയായിരുന്നെങ്കിലും അവളുടെ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ പിന്നൊരാശ്വാസം, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. സഖാക്കളെ, മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ചിരുന്ന 8 ഡിമാൻഡുകളും അംഗീകരിക്കാമെന്ന് അവർ ഉറപ്പ് തന്നിരിക്കുന്നു. മാത്രമല്ല, ബോണസിൽ 2% വർധനവ്. പിരിച്ചുവിട്ട തൊഴിലാളികളെ ആദ്യം കാഷ്വൽ ലേബേഴ്സായും പിന്നീട് അവരുടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടാൽ അവരെ സ്ഥിരപ്പെടുത്താമെന്നും മാനേജ്മെന്റ് വാക്ക് തന്നിരിക്കുന്നു. നമ്മുടെ സമരം നിരുപാധികം പിൻവലിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സഖാവ് കുട്ടപ്പൻ, തൊഴിലാളി ഐക്യം, കുട്ടപ്പ നേതാവേ ധീരതയോട് നയിച്ചോളൂ. കുട്ടപ്പ നേതാവേ ധീരതയോട് നയിച്ചോളൂ. അച്ഛൻ വലിയ മണ്ടത്തരോ കാണിച്ചത്. മുഴുവൻ ഡിമാൻഡുകളും അനുവദിച്ചാൽ പിന്നെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുമോ? അനുവദിച്ചെങ്കിലല്ലേ. പിന്നെ പരിഗണിക്കാവുന്നേ പറഞ്ഞുള്ളൂ. പിന്നെ 2% ബോണസ്. കേസിന്റെ വിജയത്തിന് സമരം അവസാനിക്കേണ്ട ആവശ്യമാണ്. കഷ്ടപ്പാടും ദുരിതവും കുറയുമ്പോ പിന്നെ ആരോർക്കാനായി ജോണിയെ. ഹലോ, നിന്റെ ചൊടിയൊക്കെ എവിടെ പോയി? നിനക്ക് രഘുവിന്റെ അച്ഛനെ പോയി കാണുന്നുണ്ടോ? എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്?
നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. നിന്റെ മുഖം ഒന്ന് വാടിയാൽ, നീ വിളി കേൾക്കാൻ അല്പം താമസിച്ചാൽ എനിക്ക് തോന്നും നീ വളരെ അകലെയാണ്. അതെനിക്ക് സഹിക്കില്ല. ഞാൻ എന്നും എന്നും സേതുട്ടിന്റെ കൂടെ ഉണ്ട്. എന്താ ഇത്? കുറച്ച് അരി സാധനങ്ങളോ, ഇത്തിരി കാശുണ്ട്. എന്തിനാ? 2 ദിവസമായി ഞാൻ കാണുന്നു. സന്ധ്യക്ക് നീ പുറത്തു പോകുന്നു. ഇനി നീ പോകരുത്. ആലീസേ, ചാരിത്രം പാതിവൃത്യം എന്ന് പറയുന്നതൊക്കെ വെറും സങ്കല്പമാണ്. നഷ്ടപ്പെടുന്നത് വരെ അതിന് വിലയുള്ളൂ. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കാനില്ല. നീ വല്ലാതെ മാറിപ്പോയി. അതെ കബീറെ, നിനക്കെന്നീ മനസ്സുണ്ടാവണം. വല്ലപ്പോഴൊന്ന് പൊട്ടിക്കരയണമെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് വരാമല്ലോ. പോട്ടെ, സമയമായി. ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഇന്നലെ റെയ്ഡ് ഉണ്ടായിരുന്നു. ആലീസ്, ശശി അവരെ ജാമ്യത്തിലെടുക്കണം. ആരാ സാർ? പറയുന്നത് ചെയ്താൽ മതി. ചെല്. ആ കുടുംബത്തോട് നിങ്ങളുടെ യൂണിയൻ ഒരു ഉത്തരവാദിത്തമില്ലേ? ഉത്തരവാദിത്തം ജോണി ഇന്ന് എല്ലാവർക്കും ഒരു പഴങ്കഥയാണ്. നിങ്ങൾക്കെങ്കിലും ഇത്തിരി ദയ കാണിക്കാമായിരുന്നു. എങ്കിൽ അവൾ നീ നിലയിലാകുമായിരുന്നില്ല. പരാധീനതകളുള്ള ഒരു കുടുംബം എനിക്കുമില്ലേ സാർ? കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അവൾ അങ്ങനെ ആയത് ദാരിദ്ര്യം കൊണ്ട് മാത്രമാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ട്. അവളെ നശിപ്പിച്ചതാ ആ തെണ്ടി കുട്ടപ്പൻ. സമയം എന്തായെന്ന് അറിയുവോ? ഊണ് കഴിക്കണ്ടേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വസ്ഥത നശിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ ഇവനെയൊക്കെ വെട്ടി വെട്ടി ഇങ്ങനെയുള്ളവർക്കാ ഇന്ന് പാർട്ടിയിൽ സ്ഥാനം. ആത്മാർത്ഥത എന്നൊക്കെ പറയണതുണ്ടല്ലോ, വെറും പഴഞ്ചരക്ക, ഒരു വിലയില്ല. ആ കുട്ടി അവിടെ ഇരുന്ന് കരയണു, അതിനെ വേദനിപ്പിക്കണോ? വരൂ നീ. രണ്ടാളോടുമായിട്ട് രാമയോടൊരു കാര്യം പറയാനുണ്ട്. ജൂനിയേഴ്സ് പറയും ഭാര്യയുടെ അടുത്ത് സാറിന്റെ കുട്ടിക്കളി ഇനിയും മാറിയിട്ടില്ലാന്ന്. നിങ്ങൾ രണ്ടാളും കൂടുമ്പോ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ എവിടെയാ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് രാമേട്ടന് തോന്നുന്നുണ്ടോ? തെറ്റാന്നല്ല പറയണത്. കേസും പ്രശ്നങ്ങളും ഒക്കെ കോടതിയില്, വീട്ടിൽ വന്നാ ഒന്നുമല്ല. കുട്ടി മനസ്സിലാക്കുക, വെറും ഒരു വക്കീലിന്റെ ഭാര്യ അല്ല കുട്ടി. സത്യവും നീതിയും വിടാത്ത വലിയൊരാളിന്റെയാ. നന്ദി പറയാൻ വന്നതാണ്. അങ്ങില്ലായിരുന്നെങ്കിൽ. ആലീസ്, നിനക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിഞ്ഞു? എനിക്ക് ദുഃഖവും പശ്ചാത്താപവും ഇല്ല. ഇന്ന് ഞാൻ 3 നേരം ഉണ്ണുന്നുണ്ട്.
എന്റെ കുഞ്ഞ് വിശന്ന് കരയാറില്ല. ജോണിയുടെ അമ്മയ്ക്ക് ആഹാരവും മരുന്നും കൊടുക്കാം. അതിന് ഈ വഴി തന്നെ വേണമായിരുന്നോ? എന്ത് ദുരിതം നേരിടാൻ ഞാൻ ഒരുക്കമായിരുന്നു. എന്നെ അനുവദിച്ചില്ല. സാരമില്ല. നിനക്കും മകനും ആരുമില്ലെന്ന് വിചാരിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ വരാം. ഇനി ഞാനിവിടെ വരില്ല. അത് അങ്ങക്ക് ചീത്തപ്പേരാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാ ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച് അങ്ങ് ഈ കേസ് ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത്? നഷ്ടപ്പെട്ടതൊന്നും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങക്ക് പലതും നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങയുടെ മനസ്സ് മാത്രമേ കാണുന്നുള്ളൂ. വേദനിക്കുന്നൊരു ഭാര്യയുടെ മനസ്സ് പാവം. ഞാൻ വരട്ടെ സാർ. ആലീസ് വന്നിരുന്നു. കണ്ടു. ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ. എന്റെ കാര്യം അത് മറന്നേക്കൂ. ആ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. വരൂ. വക്കീലല്ലേ പറഞ്ഞത് കേസ് ജയിപ്പിച്ചു തരാമെന്ന്? അതെ, ഞാൻ വാക്ക് മാറ്റിയിട്ടില്ലല്ലോ. വാക്ക് ഈസ് വാക്ക്. സാക്ഷി വിസ്താരത്തിൽ എന്തെങ്കിലും എവിഡൻസ് പൊളിക്കാൻ പറ്റുമോ നമുക്ക്? കുട്ടപ്പനെ വിസ്തരിച്ചപ്പോൾ മാത്രമേ നമുക്ക് അനുകൂലമായ മൊഴികൾ ഉണ്ടായുള്ളൂ. അതിപ്പോ എല്ലാവരും ആ കൊശവനെ പോലെ മുടിഞ്ഞ കള്ളന്മാരാണോ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ സാക്ഷികൾക്കും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായില്ലല്ലോ? ഈ മരമണ്ടന്മാരെ സാക്ഷികളായിട്ട് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? മാത്രമല്ല, അപ്പുറത്തുനിന്ന് ചോദിക്കുന്നതേ ചില്ലറ പുള്ളിയൊന്നുമല്ല. അഡ്വക്കേറ്റ് സേതുമാധവൻ മിടുക്കൻ. ഇങ്ങനെ പോയ കേസ് തോക്കും. എന്റെ മകന്റെ കഴുത്തിൽ കൊലക്കയർ വീഴും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? ഈശ്വരൻ അല്ല ചെയ്യേണ്ടത്, അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തിയാണ്. അതിന് ഇങ്ങനെയൊന്നും പോരാ. ഓരോ പ്രാവശ്യം തരുന്ന ഫീസ് ഇങ്ങനെ ഒരേ നിലവിൽ നിൽക്കുന്നത് ശരിയല്ല, ഉയരണം. മുകളിൽ തൂങ്ങുന്നതേ പൂമാലയല്ല, കൊലക്കയറാണ്. ഗോവിന്ദ ഗോവിന്ദ, എന്തായി കാട്ടണത്? പണമല്ലേ വലിച്ചെറിയുന്നത്? ബഹുമാനമായിട്ട് എടുത്തു തരൂ. എത്രയുണ്ട്? 2000. ഇനി ഒന്നുമില്ലേ ബാഗില്? നോക്കി നോക്കൂ. നോക്കാതെ പറയല്ലേ, നോക്കി നോക്കൂ. അഞ്ച്. ആ, തൽക്കാലം ഇത് മതി, കഴിച്ചു കൂട്ടാം. അടുത്ത പ്രാവശ്യം വരുമ്പോ 1000ന്റെ കെട്ട് വേണ്ട, അസൗകര്യ. 10000ന്റെ ആയിക്കോട്ടെ, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി സൗഖ്യമായിട്ട് മനസ്സമാധാനത്തോടെ പൊക്കോളൂ. കൊലക്കയർ ഞാൻ പുഷ്പം പോലെ മാറ്റിത്തരാം, സംശയിക്കണ്ട. വിശ്വസിക്കാമോ? ഇതാണ് കുഴപ്പം. താൻ എന്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, യു ബിലീവ് മീ. ഈശ്വരനെ പോലെ വിശ്വസിക്കുക. അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തി കോടതിക്ക് ഉള്ളിലെ കളികളിൽ ആധാരം മോശ. എവിഡൻസ് ആക്ടും പീനൽ കോഡും വല്ലാത്ത പുല്ലാപ്പാടോ. പക്ഷേ കോടതിക്ക് പുറത്തുള്ള ചില ഗെയിംസിൽ മിടുക്കനാ, സംശയം വേണ്ട. മംഗളാനുഭവന്തു. സാക്ഷി വിസ്താരം കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു സാർ? കേസ് ശിക്ഷിക്കും. ഇത് കുറച്ച് കാശാണ്. എനിക്കാണോ? അതെ. പണം വാങ്ങിയില്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥത കാണിക്കില്ലെന്ന് കബീറിന് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ഞങ്ങളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി. ഞങ്ങളുടെ തൃപ്തി എന്ന് പറയണ്ട, കബീറിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മതി. മറ്റാർക്കും ഈ കേസിൽ ഒരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഈ പണം ഉണ്ടാക്കാൻ കബീർ എന്താണ് വിറ്റത്? വീട്ടുവളപ്പിൽ ഏതെങ്കിലും മരമാണോ? അതോ പെങ്ങളുടെ കാതിലെ കമ്മലോ? ഈ മനസ്സാണ് കബീറെ വലുത്. ആ പണം കൈ തന്നെ വെച്ചോളൂ. ജോണി കബീറിന് മാത്രമല്ല, എനിക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നീ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. സേതുമാധവൻ സാർ നിന്നെയും മോനെയും ചോദിച്ചു. നീ എന്ത് പറഞ്ഞു?
ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്കൊട്ടും സങ്കടമില്ല ആലീസേ? ഇല്ല, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നും രാത്രി സ്വപ്നത്തിൽ വരും, എന്നെ ആശ്വസിപ്പിക്കും. ജോണി എന്നോട് പുറത്തിട്ടുണ്ട്. എനിക്കത് മതി. അത് കുടിക്കും. എന്തെങ്കിലും ഒന്ന് പറ വക്കീലേ, നാളെ ആർഗ്യുമെന്റ് ആണ്. അതെ, നാളെയാണ് കൊലക്കയറാണോ പൂമാലയാണോ തീരുമാനിക്കുന്നത്. എന്നെ ചതിക്കല്ലേ വക്കീലേ? ഭയപ്പെടരുത് മിസ്റ്റർ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ കേസ് ഏൽപ്പിച്ചത്? 3-4 കൊലക്കേസ് ജയിച്ച ആളായതുകൊണ്ട്. എങ്കിൽ ഇതും ജയിക്കും, പക്ഷെ സമയം വേണം. പാർട്ടി തലത്തിൽ ഞാൻ എന്തെങ്കിലും അലഹബാദ് ഹൈക്കോർട്ടില് 64 വിധിയുണ്ട്. അനു, നീ പോയി കിടന്നു. ഞാൻ മുഖം കഴുകിട്ട് വന്നിരിക്കാം. വേണ്ട, നീ പോയി കിടന്നു, ഞാൻ വന്നേക്കാം. ശരി. രാമേട്ടനും പോയി ഉറങ്ങിക്കോ, ഇത് കുറച്ചല്ലേ ഉള്ളൂ. എനിക്ക് ഉറക്കം വരണില്ല. ആവശ്യമില്ല ഉറക്കളക്കണ്ട, പോയി കിടന്നു. സേതുട്ടാ, നല്ല കണിയാണല്ലോ ഇന്ന്. അമ്പലത്തിലൊക്കെ പോയെന്ന് തോന്നുന്നു. ഉവ്വ്, കൃഷ്ണന്റെ അമ്പലത്തില്. ഇന്ന് ആർഗ്യുമെന്റ് അല്ലേ? ആർക്കു വേണ്ടിയാ നീ പ്രാർത്ഥിച്ചത്? എനിക്കോ അതൊരക്കും വേണ്ടിയോ? സേതുട്ടിന് വേണ്ടി. അതിന്റെ മറ്റൊരർത്ഥം രഘുവിനെ ശിക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നല്ലേ സേതുട്ട? ഒരു കെട്ടി പേടി. കബീറെ, ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നെ കുറിച്ചൊരു പെറ്റീഷൻ വന്നിട്ടുണ്ടല്ലോ. ഈ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചെന്നോ നേതൃത്വത്തെ തള്ളിപ്പറയുന്നോ ആ ജില്ലാ സെക്രട്ടറി കുട്ടപ്പനെ ഒന്ന് കണ്ടുകൂടെ നിനക്ക്? കാണണം, ഞാൻ നോക്കി നടക്കുക. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ, ഒരു സസ്പെൻഷനുള്ള നീക്കമുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് രാജിക്കത്ത് ഞാൻ അയച്ചു കഴിഞ്ഞു. മടുത്തു വർഗീസേ, മടുത്തു. അനു, ഞാൻ വന്നത് തെറ്റായോ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി.
ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അനു എന്നെ ശിക്ഷിക്കും. വധശിക്ഷ തന്നെ എനിക്ക് കിട്ടും. സേതുവിനോട് പറഞ്ഞേക്കൂ, തൂക്കുമരം തന്നെ എനിക്ക് നേടിത്തരണമെന്ന്. ഞാൻ പോട്ടെ. ഒരപേക്ഷയുണ്ട്. എന്റെ ശവശരീരം ഏറ്റുവാങ്ങാനെങ്കിലും നീയും സേതുവേട്ടനും വരണം. അനു, കാണാൻ അനുവദിക്കില്ലെന്ന് കരുതി പുറത്തു നിൽക്കുകയായിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നീ ഞങ്ങൾക്ക് തരുന്ന വേദനയോ? എന്റെ മോനും കൂടെ പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അവസാനമായി ഒരു ഉപകാരം കൂടി യാചിച്ചു നോക്കാനാ ഞാൻ വന്നത്. നിന്റെ സഹോദരന് വേണ്ടി നിനക്കത് ചെയ്യാൻ പറ്റുമോ? സേതുവേട്ടനെതിരായി തീരാത്ത എന്തും ഞാൻ ചെയ്യാം. സേതുവിന് എതിരാവില്ല. എന്നാൽ ചിലപ്പോ രഘു രക്ഷപ്പെടുകയും ചെയ്യും. ആർക്കും ദോഷം വരില്ല. ഇന്നത്തെ ആർഗ്യുമെന്റ് ഒന്ന് മാറ്റി വെക്കാവൂ. എനിക്ക് ഇത്തിരി സമയം കിട്ടിയാൽ മതി. അതുകൊണ്ട് സേതുവിന് ഒരു കുഴപ്പവും വരില്ല. സേതുവേട്ടൻ ഞാൻ പറഞ്ഞ കേക്കില്ല. നീ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ആർഗ്യുമെന്റിന് കുറിച്ചെടുത്ത നോട്ട്സ് ഒന്ന് മാറ്റിയാൽ മതി. ആരും അറിയണ്ട. നോട്ട്സ് കാണാതാവുമ്പോ കേസ് നീട്ടിവയ്ക്കും. അത് മറ്റു ദിവസം നടക്കും. നമുക്ക് കിട്ടുന്നത് രഘുവിന്റെ ജീവനാമോളെ. ഹലോ ഹലോ അനു എവിടെ പോയി? കണ്ടില്ല. ഹലോ ഹലോ. പോണ്ടേ? ആ പോവാം. രാമേട്ടൻ കാപ്പി പിടിച്ചോ? ഞാൻ എപ്പോഴേ കഴിച്ചു. ആ ഫയലൊക്കെ എടുത്തു വയ്ക്കും. എവിടായിരുന്നു നീ? സുഖല്ലേ നിനക്ക്? ഒന്നുമില്ല. പിന്നെ കോടതിയിലേക്ക് പോകുമ്പോ നിന്നെ ഇങ്ങനെ കണ്ടോണ്ട് പോയാ എനിക്കെന്താ ഒരു സമാധാനം ഉണ്ടാവുക? അച്ഛൻ രഘു വന്നിരുന്നു. എന്തിന്? ആ കടലാസ് ആ ഫയലിൽ കാണുന്നില്ലല്ലോ. ഏത് കടലാസ്? ആർഗ്യുമെന്റ് നോട്ട്സ് കുറിച്ച കടലാസ്. അതാ ഫയലിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ പോയി? അതാ ഫയലിലില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നേ? സേതുട്ടാ, അത് ഞാൻ അച്ഛനെടുത്തു കൊടുത്തു. എന്താ ഇത്? പുറത്ത് കക്ഷികളുണ്ട്. കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ. എടീ, എന്നെ കുറച്ചെങ്കിലും നീ മനസ്സിലാക്കിയെന്നാ ഞാൻ കരുതിയത്. ഇല്ല, നിനക്കതിന് കഴിയില്ല. ഒരു 100 ജന്മം എന്റെ കൂടെ ജീവിച്ചാൽ നിനക്ക് കഴിയില്ല. നിനക്ക് ഗോവിന്ദനാരെ മോളാകാനേ കഴിയൂ. അതേ പറ്റൂ. ഇനി നീ എനിക്ക് ആരുമല്ല. രാമേട്ടാ, ഇന്ന് ഇവിടെ അവസാനിക്കണം എല്ലാ ബന്ധവും. പതിനഞ്ച് വയസ്സ് മുതൽ നീ എന്റെ മനസ്സിലുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ. ഇപ്പൊ എനിക്ക് ഭയമാണ് നിന്നെ. ഐ ഹേറ്റ് യു. ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കാണരുത്. നിങ്ങൾ വരുന്നുണ്ടോ?
Your Honor, the charge alleged against the accused is under Section 302 of the Indian Penal Code. To prove the prosecution case, we have examined PW 1 to 7. Although PW 1 Kuttappan was declared hostile, all the other witnesses have supported the prosecution case. Even though the PW 1 informant was 10 hostile, the depositions of the PW 1 in the chief examination can be admissible in evidence. Our Honorable High Court has held. In the case KLT 1973, page number 684, the evidence of the other witnesses who supported the prosecution case can also be considered. His Lordship Justice V.T. Abdullah also observed in State versus Balram Chaudhary, AR 1981, page number 314 of Supreme Court. Even if the complainant is declared as hostile, it won't make the court to take a final decision only on that point of view. The prosecution ഇന്ന് എന്ത് പറ്റി has സേതു സാറിന്? established their case വാ, with പോവാ. regard to the documents, properties, MOs marked, and the evidence of the witnesses. അവൻ കേസ് നീട്ടിയില്ലല്ലോ കുഴപ്പമാവൂ. സാധ്യത തള്ളിക്കളഞ്ഞൂടാ. നല്ല ചങ്കൂറ്റമാണ് അയാളുടെ മിടുക്കൻ. അങ്ങോട്ട് വലസാൻ പറ്റിയില്ലെങ്കിലും ഇത്രയ്ക്ക് അങ്ങോട്ട് ഒപ്പിച്ചല്ലോ. കക്ഷികളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീട്ടാൻ പറ്റുന്നൊക്കെ നീട്ടാം. പിന്നെ ശശിൻ ജെയിംസും ഉണ്ടല്ലോ. ഞാൻ പോകുന്നു. അനു എവിടെ? പോയി. ഒരെഴുത്ത് തന്നിട്ടുണ്ട്. എന്റെ സേതുവേട്ടന് മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത്. ആ മുഖം ഇനി അഭിമുഖീകരിക്കാൻ വയ്യ. ഒരത്യാഗ്രഹം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ അത് അങ്ങയോടൊപ്പമായിരിക്കണം. അനു. മംഗലശ്ശേരി വരെ ഒന്ന് പോകായിരുന്നു. അവൾ എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ രാമേട്ട. ആ ഗോവിന്ദൻ നായർ ജയിച്ചതാ. എന്റെ വിശ്വാസങ്ങൾ തകർന്നുപോയ ആ സമയത്ത് ഞാനൊന്ന് പൊട്ടിത്തെറിച്ചു. എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു. അവൾക്ക് ക്ഷമിക്കായിരുന്നില്ലേ? എല്ലാവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. രാമേട്ട, മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാൻ കഴിയാതെ തളർന്നുപോയി ഞാൻ. സാരല്ല, എല്ലാം ശരിയാവും. കേസിനും ഒരു കുഴപ്പവും വരില്ല. എന്നെ പിരിയാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ എനിക്ക് കഴിയുന്നില്ല രാമേട്ട. നീ പോരാൻ പാടില്ലായിരുന്നു കുട്ടി. ആ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ലമ്മേ. അത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലമ്മേ. അവൻ വരും, നിന്നോട് ക്ഷമിക്കുകയും ചെയ്യും. അത്ര വലിയ സൗജന്യമൊന്നും അവൻ ചെയ്യണ്ട. നിങ്ങൾ എന്തായി പറയുന്നത്? അവള് പിന്നെ എങ്ങോട്ട് പോകും? ഇവിടെ നിൽക്കും. മംഗലശ്ശേരി നായന്മാരെ ക്ഷയിച്ചിട്ടൊന്നുമില്ല. അച്ഛ, എനിക്ക് പോണം. എന്തിന്?
ഇനി അവന്റെ കാല് പിടിക്കാനോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഈശ്വര, എന്റെ മോളുടെ ജീവിതം നശിക്കും. പിന്നെ അവന്റെ തലയെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തൊന്നുമല്ല എന്റെ മോളെ. പട്ടിയെ പോലെ അടിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നാക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചോ? നിങ്ങൾ അച്ഛനും മോനും കൂടി എന്റെ മോളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യിപ്പിച്ചിട്ട് ഓടി അവിടുന്ന്. എന്ന് മുതലാടി മംഗലശ്ശേരിയിലെ പെണ്ണുങ്ങൾ ന്യായം പറഞ്ഞു തുടങ്ങിയത്? മിണ്ടിപ്പോരുത്. പറയുന്നതനുസരിച്ച് വിടുന്നോണം. എന്റെ അനുവാദം കൂടാതെ ഇവിടുന്ന് മുറ്റത്തിറങ്ങിയാലുണ്ടല്ലോ. രഘു, കണ്ടോ? അനുവിനെ ഇപ്പോ ഇങ്ങോട്ടേക്ക് വിടണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോടോ? അതിന് നമ്മൾ തമ്മിൽ ഒരിടപാടുമില്ലല്ലോ. സേതുമാധവന് വേണ്ടിയാ ഞാൻ വന്നത്. അതിന് താനാരാ? അവന്റെ അച്ഛനൊന്നും അല്ലല്ലോ. വരാൻ മറ്റാരും ഇല്ലല്ലോ. അനു ഒറ്റയ്ക്ക് ഇറങ്ങി പോരുമെന്ന് വിചാരിച്ചില്ല. സേതു ആകെ വിഷമത്തിലാ. കാട്ടി ഇറക്കിയാലും അവിടെ തന്നെ ചടഞ്ഞുകൂടുമെന്ന് വിചാരിച്ചോ? അവൾ മംഗലശ്ശേരി ഗോവിന്ദനാരുടെ മോളാ. അവൾ ഇനി അങ്ങോട്ടില്ല. ആ കുട്ടിയെ എനിക്കറിയാം. ദയവ് ചെയ്ത് മറ്റു വൈരാഗ്യങ്ങളെല്ലാം മറന്ന് അവളെ എന്റെ കൂടെ അയക്കണം. അല്ലെങ്കിൽ ഞാൻ സേതുമാധവനെയും കൂട്ടിവരാം. എന്റെ വീട്ടിലേക്കോ? അവൻ എന്റെ മുറ്റത്ത് വന്നാൽ മുഖത്തടിക്കും ഞാൻ. പ്രായത്തെ ബഹുമാനിച്ചാ നിങ്ങളോട് ഇത്രയും മര്യാദ കാണിച്ചത്. ഭയപ്പെടുത്തുകയാണോ? കെട്ടിയ പെണ്ണിനെ കൊണ്ടുപോകാൻ നിങ്ങൾ അനുവാദമൊന്നും ആവശ്യമില്ല. അവൾ വരുന്നില്ലെങ്കിലോ? അവന്റെ കൂടെ ജീവിക്കാൻ ഇനി അവൾ തയ്യാറല്ല. നിങ്ങൾ പിടിച്ചു കെട്ടിക്കൊണ്ട് പോവോളെ. അവനോട് പറഞ്ഞേക്ക്, ഗോവിന്ദനായർ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഗോവിന്ദനായർ ജീവിച്ചിരിക്കുമ്പോ തന്നെ നടക്കുമോ നമുക്ക് നോക്കാം. വേ ഒരുങ്ങിക്കൂ. അവളെ ഉടനെ മാറ്റണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും അത് ഉടനെ വേണം. സിംഗപ്പൂര് ദിവാരൻ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് അയച്ചാലോ? പെട്ടെന്ന് നടക്കുവോ? ഒരു 3-4 ദിവസം കിട്ടുകയാണെങ്കിൽ നടക്കും. ഒരു കാര്യം ചെയ്യാ, ഇവിടെ നേരെ മദ്രാസിന് പോയിക്കൊള്ളുക. അവിടെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്ടില് 2-3 ദിവസം താമസിക്കുക. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ട് ഡീറ്റെയിൽസ് ദിവാകരനെ വിളിച്ച് പറയുക. അവൻ എയർപോർട്ടിൽ കാത്തോളും. അനു സമ്മതിക്കോ? അവളുടെ സമ്മതം നോക്കിയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നത്. സമ്മതിപ്പിക്കണം. ഇത്തിരി നുണയൊക്കെ പറയേണ്ടി വരും. ഈ പാലെങ്കിലും കുടിക്ക്. ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം മോളെ? എന്റെ മോള് കരയരുത്. രാമൻകുട്ടി നായർ വന്നിരുന്നു. നിന്റെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവര് അത് തീയിട്ട് കളയുമെന്ന്. അത്രയ്ക്ക് വെറുത്തോ അവളെ? സരസ്വതി, ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. മനസ്സ് വിഷമിച്ച് ഇവള് മരിക്കും. ഇപ്പോ ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ. ഞാൻ ആലോചിക്കുന്നത് ഇവളെ ദിവാകരന്റെ അടുത്തേക്ക് അയച്ചാലോന്നാ. സിംഗപ്പൂരിനോ? അതെ. ഇവിടെ ഒറ്റയ്ക്കോ? അവിടെ ദിവാകരനും ഭാര്യയില്ലേ? ചെറുപ്പത്തിൽ ഇവൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ? എന്നാലും അതല്ലേ മോളെ നല്ലത്. അവിടെ ആവുമ്പോ പുതിയ സ്ഥലവും പുതിയ അന്തരീക്ഷവും. ഞാൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം. നീ ഇങ്ങനെ കണ്ണീരും കൈയുമായിട്ട് കഴിയുന്നത് ഞങ്ങൾ കാണട്ടെ. ഇനിയിപ്പോ നിനക്ക് സഹിക്കാൻ പറ്റാത്തത് പലതും കേൾക്കേണ്ടി വരും. അച്ഛൻ പറയുന്ന അനുസരിക്ക് രഘുവും മോളും കൂടി ഇന്ന് തന്നെ മദ്രാസിന് പുറപ്പെടും. അതാ നല്ലത്. സേതുവിന്റെ വിവരങ്ങളൊക്കെ അമ്മ അറിയിച്ചോളാം. മംഗലശ്ശേരി വരെ ഒന്ന് പോയി. പക്ഷെ ഒന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല അയാള്. ഇത്തിരി വാശിയിലാകുമോ നായര്? ഒന്ന് ഉറക്ക വിളിച്ച ആ കുട്ടി വരും, എനിക്ക് ഉറപ്പാ. അത്രേ അധികാരം എനിക്ക് കാണിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ ഒന്നുമില്ല. ഒന്ന് പോകുന്നത് തന്നെയാ നല്ലത്. ഇനി ചെല്ലാത്തതുകൊണ്ടാണ് വിടാതിരുന്നെന്ന് പറയണ്ട. എന്താ
ആരാ അത്? വരണം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പ്രതിയുടെ വീട്ടിൽ വരാമോ? ഇരിക്കൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാൻ വന്നത് എന്താ വിശേഷം? ഞാൻ ഇന്നലെ അനുവിനോട് ഒരല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. കാരണം അറിയാലോ. എന്നിട്ട് ഞാൻ കോടതിയിൽ നിന്ന് വന്നപ്പോ അവൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഇങ്ങോട്ടോ? ഹേയ്, അവൾ ഇവിടെ വന്നില്ലല്ലോ. വന്നു, എനിക്കറിയാം. അമ്മാവ, അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അവൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അമ്മാവ, മറ്റെങ്ങനെ വേണമെങ്കിലും എന്നോട് പക വീട്ടിക്കൊള്ളു. അവളെ മാത്രം എന്നെ നകറ്റരുത്. പക്ഷേ അവൾക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നില്ലെങ്കിലോ? എല്ലാം അവസാനിപ്പിച്ച അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇനി നിനക്ക് നിന്റെ വഴി, അവൾക്ക് അവളുടെ വഴി. എനിക്കൊന്ന് സംസാരിക്കണം അവളോട്. ഞാൻ വന്നെന്നൊന്ന് പറഞ്ഞാൽ മതി. അവൾ എന്റെ ഒപ്പം വരും, എനിക്ക് ഉറപ്പാ. ഞാനും എന്റെ മോനും കാല് വരെ പിടിച്ചു. അപ്പോ ഹരിശ്ചന്ദ്രൻ അനു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് സത്യമാണ്. അവൾ സിംഗപ്പൂരിലേക്ക് പോയി. അനു, വെള്ളം വേണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്കൊരു ഡ്രിപ്പ് കൊടുത്താലോ? എന്തിന്? അല്ല, അനുവിനെ തിരിച്ചു കൊണ്ടുവരണ്ടേ നമുക്ക്? അത് വേണ്ട. അവളെ കോടതി കയറ്റാൻ വയ്യ. പിന്നെ അവകാശങ്ങള്, തർക്കങ്ങള്, അതൊന്നും വേണ്ട. അത് പിടിച്ചു വാങ്ങല. സ്നേഹം നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങാനുള്ളതാണോ രാമേട്ട? അന്യ രാജ്യത്ത് കിടന്ന് നീറുന്നുണ്ടാവും ആ കുട്ടി. ഇന്ന് കോടതിയിൽ പോയില്ലല്ലേ? പല ദിവസങ്ങളും പോകാറില്ലല്ലേ? ചിലപ്പോ. ഇരിക്കും. ഞാൻ അന്ന് പറഞ്ഞു പലതും നഷ്ടപ്പെടുമെന്ന്. വിധിയാണ്. അനു, സാറിനൊന്ന് പോകാമായിരുന്നില്ലേ സിംഗപ്പൂരിന്? വേണ്ട ആലിസ്, അവള് സുഖമായിട്ടിരിക്കട്ടെ. എന്നെങ്കിലും അവൾക്ക് എന്നെ മനസ്സിലാവും. അന്ന് തിരിച്ചു വരട്ടെ. അതുവരെ കാത്തിരിക്കാം. ജീവിതം വെട്ടിപ്പിടിച്ച ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ അങ്ങ് സ്വയം നശിക്കുകയാണ്. പിടിച്ചടക്കാൻ എളുപ്പമാണ് ആലീസ്, നിലനിർത്താനാണ് പ്രയാസം. കൈവിട്ട് പോകുന്ന പോലെ തോന്നുന്നു. അത് പോട്ടെ, സാരമില്ല. നിന്റെ കുഞ്ഞ് മിടുക്കനായിരിക്കുന്നു. നല്ലത്. അവനെ നന്നായിട്ട് വളർത്തണം. അടുത്ത വെള്ളിയാഴ്ച അവന് 1 വയസ്സ് തികയുകയാണ്. ഓഹോ, 1ാം പിറന്നാൾ. ഞാൻ വരും. ഞാൻ വരും ആലീസ്. നിന്റെ മോന്റെ പിറന്നാളിന് ഞാൻ വരും. മോർണിംഗ്. മംഗലശ്ശേരി ഗോവിന്ദൻ നായർ മകൻ രഘുവരൻ
മംഗലശ്ശേരി ഗോവിന്ദൻ നായർ മകൻ രഘുവരൻ. മംഗലശ്ശേരി ഗോവിന്ദൻ നായർ മകൻ രഘുവരൻ. From the foregoing discussion of the evidence in this case, there are circumstances which causes a suspicion on the accused. But suspicion is not proof. In this circumstance, I give the accused the benefit of doubt and acquit him. Bail executed by the accused will stand cancelled and he is set at liberty. Prosecution has examined 7 witnesses and they could not prove the offense of murder charged against the accused. എന്തോ ചരടുവലുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തോക്കില്ല. ഒരു കേസ് തോറ്റതുകൊണ്ടാണോ മിസ്റ്റർ സേതുമാധവൻ ഇങ്ങനെ നെർവസ് ആകുന്നത്? ലീവ് ഇറ്റ്. ഒരു അഡ്വക്കേറ്റിന്റെ പരാജയം എന്നെ വേദനിപ്പിക്കുന്നില്ല. ഇത് സേതുമാധവൻ എന്ന വ്യക്തിയുടെ പരാജയമാണ്. ഞാൻ തോറ്റു, എന്നെ തോൽപ്പിച്ചു. രാമേട്ട, നമുക്ക് അപ്പീൽ പോണം. ആ വിധിന്യായത്തിന്റെ പകർപ്പ് നിർപ്പിക്കണം. വക്കീലിനെ ഒന്ന് കാണണം. അദ്ദേഹം നമ്മുടെ കേസ് പഠിക്കുക. എന്താ കാര്യം? കാര്യം ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. പഠിക്കാൻ കണ്ട സമയം ഇന്ന് കാണാൻ പറ്റില്ല, നിങ്ങൾ നാളെ വരൂ. വിളിച്ചാൽ പാടൂ, കണ്ടിട്ടേ പോകുന്നുള്ളൂ. അയാളൊരു രാജാവോ? മുഖം കാണിക്കാൻ നാളെ സമയം നോക്കാൻ. അതോ ഇപ്പൊ സംസാരിക്കണ്ട. കേസ് നിങ്ങൾ ജയിച്ചല്ലോ. ഓ, തോറ്റുപോയി. ഏയ്, തോറ്റത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളല്ലേ. നിങ്ങൾ ജയിക്കുക തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സഹോദരൻ രക്ഷപ്പെടൂ. കബീറേ, വേണ്ട സാർ, ഇനി ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. പഴയ പാരമ്പര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മതിയാണോ കളിച്ചത്? കുടുംബക്കാരെല്ലാം കൂടെ നടത്തിയ നാടകമല്ലേ? കണ്ണി ചോരയില്ലേ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊക്കെ വേണ്ടി ബേട്ടാ, ഞാൻ സംസാരിച്ചോളാം. കബീറേ, നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണം. എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ഈ കേസിന് വേണ്ടി നിലകൊണ്ടത്. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി മറ്റൊരു കേസിന് ഞാൻ ഹാജരായിട്ടില്ല. നാണമില്ലേ സാർ ഇനിയും ആത്മാർത്ഥതയെക്കുറിച്ച് പറയാൻ? ഗോവിന്ദൻ നായരും മകൻ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അവർ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർക്ക് ആർക്കും എന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയ്ക്ക് പോലും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആർഗ്യുമെന്റ്സ് ഉഴപ്പിയത്? എല്ലാ പോയിന്റ്സും ഞാൻ കവർ ചെയ്തല്ലോ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് കേൾക്കുന്നത്. അന്ന് നിങ്ങൾ എന്തോ കാട്ടിക്കൂട്ടുകയായിരുന്നു. ഗോവിന്ദൻ നായരും മകനും നല്ല കാശ് കൊടുത്തിട്ടുണ്ടാവും. കബീറെ, ദയവായിട്ട് എന്നെ വിശ്വസിക്കുക. നമുക്ക് അപ്പീൽ പോവാം. നമ്മൾ ജയിക്കും. വേണ്ട, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇനിയും ഈ പാവങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വഞ്ചിക്കരുത്. മോനെ, ഈ ആഘോഷം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇതൊരു വാരാഘോഷമാക്കണം. അല്ലേ വക്കീലെ? മൂളുണ്ട് ഞാനല്ലല്ലോ, ഗോവിന്ദൻ നായരും മകനുമാണ്. സമ്മതിച്ചിരിക്കുന്നു. ഒരു വർഷം മുഴുവനും ആയിക്കോട്ടെ. സൂക്ഷിക്കണം, ഒരു വാക്ക് മിണ്ടി കിട്ടാ കാത്തു നിൽക്കാണ് കുട്ടപ്പൻ. ചുമ്മാതല്ല, ഒരു കളി കളിച്ചിട്ടാ കുട്ടപ്പൻ ഇങ്ങി പോകുന്നത്. തീ കൊളുത്തിയിട്ടാ കുട്ടപ്പൻ മുങ്ങിയത്. ഇപ്പൊ പൊട്ടിക്കാണും. ഇനി വിട്ടൂടെ ആ വിഷയം? ഇനിയാണ് വക്കീലേ എനിക്ക് പക വീട്ടേണ്ടത്. ഇതും തുടങ്ങിയോ? നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി, അതുകൊണ്ടാ. കുടിക്ക്, ബോധം കിടന്നവരെ കുടിക്ക്. പണ്ട് രാമേട്ടൻ ഓർക്കുന്നോ? ഒരിക്കൽ 10 വയസ്സുള്ളപ്പോഴാ രാമേട്ടൻ അമ്പലപ്പറമ്പിൽ കൂടെ നടന്നു വരുമ്പോ ഞാൻ ആൽത്തറയിരുന്ന് മുറിവിൽ വലിക്കുക.
അന്ന് എന്റെ ചെവി പിടിച്ച് പൊന്നാക്കി. അമ്മയോട് പറഞ്ഞ് നല്ല അടിയും കൊള്ളിച്ചു. ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്. രാമേട്ടൻ കഴിച്ചോളൂ. എനിക്കൊരിടം വരെ പോണം. ജോണിയുടെ മോന്റെ 1-ാം പിറന്നാൾ ഇന്നാ, മറന്നുപോയി. ഇനിയിപ്പോ എങ്ങും പോകണ്ട. അത് പറ്റില്ല രാമേട്ട, പോണം. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പോലും രാമേട്ടൻ വന്നിട്ടില്ല എന്റെ പിറന്നാളിന്. സമ്മാനമായിട്ട് ഒരാളെങ്കിലും വരിക, അതൊരു സന്തോഷ. ജോണിയുടെ മോൻ ഞാൻ തന്നെയല്ലേ രാമേട്ട? നല്ല മോനല്ലേ? വാ. ഓ കുട്ടൻ ചായച്ചിക്കോ. ആലിസേ, ആലി, മറന്നുപോയി. ഇപ്പോഴാ ഓർത്തത്. വരൂ. വരണ്ടായിരുന്നു. ഇത്രയും വൈകിയപ്പോ വേണ്ടായിരുന്നു. നോ, നിന്റെ മോന്റെ പിറന്നാളിന് ഏത് സമയത്തായാലും ഞാൻ വരണം. കാരണം മോൻ ഉറങ്ങിപ്പോയില്ലേ? സാറ് കുടിച്ചിട്ടുണ്ടല്ലേ? സോറി, കുറച്ച് പിടിച്ചു നിൽക്കാൻ ഒരു ആത്മബലത്തിന്. ആലീസ് കേസ് തോറ്റു. ഞാനും അറിഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചാണ്. അനുമോദിക്കാൻ പലരും വന്നു അല്ലേ? ആത്മാർത്ഥതയെക്കുറിച്ചും മനസാക്ഷിയെക്കുറിച്ചും ഇപ്പൊ എന്ത് തോന്നുന്നു? തെറ്റിപ്പോയി. എന്തോ എവിടെയോ കുഴപ്പമുണ്ട്. അതെനിക്കാണോ അതോ മറ്റുള്ളവർക്കാണോ അറിയില്ല. ഇരിക്കൂ, ചായ ഇടാം. കാറ് ഇവിടെ മുഴുവൻ ശത്രുക്കളാണ്. പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ. ആലീസ്, അവരിങ്ങോട്ടാ വരുന്നത്. ഇപ്പൊ പുറത്ത് പോണ്ട. അടിച്ച് പൂക്കുറ്റി നല്ലോടാ മോനെ. ഇങ്ങോട്ട് ഇറങ്ങി പോരെ, പോരെ, ഇങ്ങോട്ട് പോരെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? വലിയ ആളാ, തടിയും കൊണ്ട് പോടാ. പെണ്ണോടിക്കാൻ പറഞ്ഞ താളാകുന്നു. എന്താ 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 ഇവിടെ എന്താ വക്കീലെ, എന്താ കാര്യം? വക്കീലെ എന്താ മരിച്ചിട്ടാലെന്താ? ആലീസിന്റെ പച്ചുപണിയാവൻ. എന്നിട്ട് നാട്ടുകാർക്കെല്ലാം വരുന്നു. ഒന്നും പറയണ്ട. എന്തിനാടോ ഈ നാറിയ പണിക്ക് നടക്കുന്നത്? നടക്ക.
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതെന്താ നുണയാണോ? അവന് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 10 ഗുണം 10 ഗുണം. അനു ഇതറിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല. അവൾ അറിയണം, മനസ്സിലാക്കട്ടെ ഭർത്താവിന് തനിനിറം. ഇനി ഈ ബന്ധം വേണ്ട. മംഗലശ്ശേരിക്കാർ തറവാടികളാ. രഘു, അവളെ തിരിച്ചു കൊണ്ടുവരണം. ചിറ്റപ്പനെ വിളിച്ചു പറ. എന്തിനാ അവളെ തിരിച്ചു കൊണ്ടുവരുന്നത്? അന്യനാട്ടിലാണെങ്കിലും ആ കുട്ടി സമാധാനമായിട്ടിരിക്കട്ടെ. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആ മനുഷ്യനെ നിങ്ങൾക്കറിയാം. ഞങ്ങൾ എന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാതെ എന്തൊക്കെ കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത്. കോടതി ചെന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കുക. സത്യം നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ എങ്ങനെ അറിയാനാ? സീനിയർക്ക് പല രഹസ്യങ്ങളും കാണും. ഞങ്ങൾ ഇവിടെ വന്നത് മോക്ഷത്തിനൊന്നുമല്ല. ഒരു കേസും ശരിക്കും നടത്തുന്നില്ല. അഡ്വക്കേറ്റ് സേതുമാധവന്റെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആരെങ്കിലും ഒരു കേസ് തരുമോ? ഒരപേക്ഷയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇനി അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെ കക്ഷികളൊക്കെ അകത്തേക്ക് കയറും. പുറത്ത് കക്ഷികൾ പലരും വന്നിട്ടുണ്ട്. പിന്നെ ആ ശശിയും ജെയിംസും ഉണ്ട്. കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നു. എല്ലാവർക്കും എന്നെ മടുത്തു തുടങ്ങിയല്ലേ? രാമേട്ടന് ഞാനൊരു ഭാരാവോ? ഇല്ല, എനിക്കറിയാം. കേസ് തിരിച്ചു തന്നില്ലെങ്കിലും നിങ്ങൾ സ്റ്റാൻഡായിട്ട് പറഞ്ഞാൽ മതി. ഇനി അങ്ങനെ കൊണ്ട് ഒന്നും പറ്റില്ല. ഇനി ചിലപ്പോ ബാർ കൗൺസിലിന്റെ ആക്ഷൻ ഉണ്ടാവും. വക്കീലേ, ഞങ്ങളെ ഈ പുലിവാലി പിടിപ്പിക്കണോ? നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കേസ് വാദിക്കുന്നതിലൊന്നും നല്ല താല്പര്യം. ഞങ്ങളുടെ ആ ഫയലുകളൊക്കെ ഈ തിരിച്ചു തരണം. രാമേട്ടാ, ഇവരുടെ ഫയലെല്ലാം തിരിച്ചു കൊടുത്തത്. ഫയലുകൾ ഇനിയും ബാക്കിയുണ്ട്. കക്ഷികളെ നിങ്ങൾക്കറിയാം. അവരെയും വിളിച്ചിട്ട് വരും. ആ ഫയലുകൾ നിങ്ങൾക്ക് തരാം. സേതുമാധവന്റെ ജൂനിയേഴ്സ് പിരിഞ്ഞു പോകുന്നത് ധാരാളം കേസുകളുമായിട്ടാവട്ടെ. താങ്ക് യു സർ. പിന്നെ ഞാൻ പഠിക്കാൻ വൈകിയ ഒരു പാഠമുണ്ട്. നമ്മുടെ നീതിന്യായത്തിൽ സത്യം എന്നൊന്നില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. നിർത്ത. അയ്യോ 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 അയ്യോ, ഇതുപോലൊരു യാത്ര വലഞ്ഞു പോയ കാര്യം എന്തായി? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ മുതലാളി? കുട്ടപ്പനാ പോയത്. ചെന്നപ്പോ ബാർ കൗൺസിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്വന്തം കക്ഷി 2 പരാതിയും കൊടുത്തു. ഭാഗ്യത്തിന് എന്റെ ഇവിടുത്തെ പത്രവും ഉണ്ടായിരുന്നു. എറണാകുളത്തെ എഡിഷനിൽ ഈ ന്യൂസ് ഒന്നും ഇല്ലെന്നേ. ഫോട്ടോ അടക്കമുള്ള പേപ്പർ കട്ടിങ്ങും കൊടുത്തു. അവിടെ കാശ് വല്ലതും കൊടുക്കണോ? ഇതെന്ത് ചോദ്യമാശാനെ? അവിടെയൊക്കെ കാശ് കൊണ്ടിരുന്ന പിടിച്ച് അകത്താക്കി കളയും. ഇതിലവൻ തകരണം. തകർക്കാമെന്നേ. ആശാൻ ഭയപ്പെടല്ലേ. യൂണിയന്റെ പരാതി പെട്ടെന്ന് അങ്ങ് നിഷേധിക്കാൻ പറ്റില്ല. ജോണി കൊലക്കേസിൽ പ്രതിഭാഗത്തെ സഹായിക്കാൻ ആർഗ്യുമെന്റ് നോട്ട്സ് കൊടുത്തു എന്നുള്ളതാണ് മേജർ ഇഷ്യൂ. തെളിവ് നമ്മുടെ ഉണ്ട്. പിന്നെന്താ? ഇനി നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇരുന്നാ മതി. പിന്നെ അവിടുന്ന് ഒരു കമ്മിറ്റി വരും പെറ്റീഷൻ ഹിയറിങ്ങിന്. ഈ കോടതിയിൽ നിന്ന് ഒരാളെ അവിടുന്ന് നോമിനേറ്റ് ചെയ്യും. അത് നമ്മുടെ കൃഷ്ണമൂർത്തിയെ ആക്കാനുള്ള സംവിധാനവും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണമൂർത്തിയെ ഒന്ന് കണ്ടേക്കണം. പിന്നെ എന്നെയും കണ്ടേക്കാവിടൂ. എനിക്കൊരാശയുണ്ട്. പണ്ടെന്റെ അടുക്കളപ്പുറത്ത് ഒരു പീറ ചെറുക്കൻ നാഴി കഞ്ഞിവെള്ളത്തിന് ആർത്തി പിടിച്ച് നിന്നിരുന്നു. ഇന്ന് അവന്റെ കറുത്ത ഗൗണിട്ടതിന്റെ അഹങ്കാരമാ. അവനെ എനിക്ക് ഇനിയും പഴയ നിലയിൽ ഈ മുറ്റത്ത് കാണുമിടൂ. കബീരെ, അറിഞ്ഞില്ലേ? നമ്മുടെ വക്കീലിനെ പാർട്ടി നിർത്തായി. തന്നതോടി പോകുന്ന കേൾക്കണേ. 2 പെറ്റീഷനാ പോയേക്കുന്നത്. അതും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് ഞാനൊന്ന് കാണുന്നുണ്ട് അവനെ. ആലീസിന്റെ വീട്ടിലെ പ്രശ്നത്തിനുണ്ടല്ലോ, അവനെ ഞാൻ പരസ്യമായിട്ടിരിക്കും. കബീരെ, അത് ഞാൻ ആലീസേ, സേതുമാധവൻ സാറിന് തൃപ്തിയായില്ലേ നിനക്കൊക്കെ? ആരൊക്കെ ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയാലും നീയെങ്കിലും ഉണ്ടാകുമെന്നാ കരുതിയത്. നിനക്കാണ് ഒട്ടും മനസ്സിലാകാഞ്ഞത്. കേസ് വെറുതെ വിട്ടപ്പോ സാഹചര്യവും വിഷമവും
എനിക്കറിയില്ല. എങ്ങനെയോ ഞാനും തെറ്റായിപ്പോയി. ഓഹോ, നിനക്കൊക്കെ സാഹചര്യം വിഷമമുണ്ട്, മറ്റാർക്കും അതൊന്നും പാടില്ല. ചെല്ല്, ഇനി കുറെ ചോരയും കൂടി ഉണ്ട്, ഊറ്റി കുടിക്ക എല്ലാവരും കൂടി. അവറ്റങ്ങളുടെ പേരോടെ വേണ്ട, ഒറ്റയ്ക്ക് പേരെഴുതിയൊരു ബോർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അതും മാറ്റിക്കോളൂ. ഇന്ന് അഡ്വക്കേറ്റ് സേതുമാധവനല്ല, വെറും സേതുമാധവൻ. സന്നദ്ധ സസ്പെൻഡ് ചെയ്ത് രാമേട്ട. എന്തന്യായത്? അവർക്ക് ന്യായങ്ങളുണ്ട്. സദാചാര ലംഘനം, പ്രോസിക്യൂഷനെ വഞ്ചിച്ച് രേഖകൾ പ്രതിഭാഗത്തിന് കൈമാറി. പോരെ? 32 വർഷങ്ങൾ ചവിട്ടി കയറിയാ വന്നു. ഇപ്പൊ താഴേക്ക് ചവിട്ടുക. അന്ന് ഞാൻ വക്കീല്, രാമേട്ടൻ ഗുമസ്തൻ. ഇന്ന് ഞാൻ പഴയ സേതു. എൻക്വയറി കഴിയട്ടെ, സത്യം പുറത്തു വരും. രാമേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് തെളിവുകളുണ്ട് രാമേട്ടാ. നമുക്കെന്താ ഉള്ളേ? നമസ്കാരം. എന്താ വിശേഷം? വിശേഷമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ബാർ കൗൺസിലിന്റെ കമ്മിറ്റിയിൽ നോമിനിയാണല്ലേ? അതെ, ഞാനാണ് പ്രസ് ചെയ്ത്. സന്തോഷം. എന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. പണമായിരിക്കും. ഇത് ലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. ലക്ഷ്മി ദേവിയെ പുറം കൈയോട് തട്ടാൻ പാടില്ല എന്നറിയാം, പക്ഷേ അല്ലാണ്ടെന്ത് ചെയ്യും? ഡ്യൂട്ടി അതെന്തായാലും ആത്മാർത്ഥത്തോടെ ചെയ്യുക, അതാണ് എന്റെ പ്രിൻസിപ്പിൾ. മേശപ്പുറത്ത് വെക്കണ്ട. മനസ്സിലായില്ല. മിസ്റ്റർ ഗോവിന്ദൻ നായർ, എന്നെ കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? പരാതികളുടെ സത്യം അന്വേഷിക്കാൻ. അതാണ് നമ്മുടെ എന്ന് വെച്ചാൽ എന്റെ കർമ്മം. അത് ചെയ്യുക. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നുപോലെ നിങ്ങളും ഹരിശ്ചന്ദ്രനായത്? ഹരിചന്ദ്രനായിട്ടൊന്നും അല്ല ഹേ. ഭഗവാനെ വിട്ടൊരു കളിയില്ല. ഒരു വക്കീൽ എന്ന നിലയിൽ കക്ഷിയെ രക്ഷിക്കാൻ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. കളവും കേസ് ജയിച്ചു, നമ്മുടെ കടമ തീർന്നു. ഇത് വേറെ കേസ്. നമ്മുടെ ബാർ കൗൺസിൽ മെമ്പറുടെ പ്രൊട്ടക്ഷനാണ് ഇതിലെന്റെ ധർമ്മം. ഓഹോ, കോപമരുത്. ഒരു ചെറിയ കാര്യം കൂടി, അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. 2 സേതുമാധവന്റെ പേരിലുള്ള ചാർജ്, ഇമ്മോറൽ ട്രാഫിക്. അതത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല ഹേ. വേണ്ടി വന്നാൽ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. ആർഗ്യുമെന്റ് നോട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതാണ് സീരിയസ് ഇഷ്യൂ. അത് ശരിയാണെന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യയും അച്ഛനും ചേർന്ന് അത് മോഷ്ടിച്ചതാണെന്ന് അയാൾ പറഞ്ഞാൽ അത് ചിലപ്പോ അച്ഛനും മകളും അകത്താകും. മണ്ടട്ടരമായി കേട്ടോ. പൊക്കോളൂ പൊക്കോളൂ. എന്തിനാ വന്നത് എല്ലാരും കൂടി? സാറിനെ ഒന്ന് കാണണം. മതിയായില്ലേ നിങ്ങൾക്കൊക്കെ? ഇനിയെങ്കിലും ആ മനുഷ്യനെ വെറുതെ വിട്ടൂടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? മരിച്ചിട്ടില്ല, അപ്പൊ വാ, ആ ശവം കൂടി തരാം, കൊണ്ടുപോയി പച്ചക്ക് തിന്നോ. ഞങ്ങൾക്കൊന്നും കാണാതെ പറ്റില്ല, ഞങ്ങൾ കാല് പിടിക്കാം. ആരുടെ? എന്റെയോ? എന്നിട്ട് വേണം വലിച്ചു താഴെയിടാൻ. കാല് പിടിക്കാൻ. ഞാൻ വന്നു എന്നൊന്ന് പറഞ്ഞാ മതി. ഓഹോ, നീ ആരാ അദ്ദേഹത്തിന്റെ? ആരും ആയിട്ടല്ല, ചീത്തയായിട്ട് പോലും എന്നോട് കാരുണ്യം കാണിച്ച ഒരേ ഒരാൾ. ഓ, എന്നിട്ടതിന്റെ പ്രതിഫലം കൊള്ളാം. രാമേട്ടാ, എന്താ ഇത്? രാമേട്ടാ, അവരെന്ത് തെറ്റ് ചെയ്തു? അപ്പൊ നമ്മളോ? എന്താണ് കബീറെ, സുവന്ദനല്ലേ? സാർ, രാമേട്ടൻ ദേഷ്യപ്പെട്ടു അല്ലേ? എന്നോടുള്ള സ്നേഹക്കൂടലുണ്ടാ, ക്ഷമിച്ചോളാം. സാർ, ഞാൻ മാപ്പ് അല്ലേ? ആരോട് മാപ്പ് പറയാനാ? എനിക്ക് കബീറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ജോലിന്ന് പിരിച്ചുവിട്ടു അല്ലേ? ഓ,
അത് സാരമില്ല. എല്ലാത്തിനും ഞാനാ കാരണക്കാരി, അല്ലെങ്കിൽ എന്റെ കുടുംബം. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. എനിക്കതേ ചെയ്യാൻ പറ്റും. വേണ്ട ആലീസ്, അതുകൊണ്ട് എന്ത് ഫലം? നിന്റെ ജോണി ഉറങ്ങുന്ന മണ്ണ് ഇവൻ ആ മണ്ണിൽ ചവിട്ടി വളരണം. നിങ്ങളെന്താ അകന്നു നിൽക്കുന്നത്? വെള്ളിയാഴ്ച ജോണിയുടെ രക്തസാക്ഷി ദിനമാണ്. സാറ് വേണം പുഷ്പയാത്ര അർപ്പിക്കുവാൻ. ഞാനിന്ന് ആരുമല്ലല്ലോ. എങ്കിലും ആ ചടങ്ങ് സാറ് ചെയ്യണം. ഞങ്ങൾക്കത് മതി. അതൊരു ചടങ്ങ് മാത്രമാവുന്നതാണ് തെറ്റ്. രക്തസാക്ഷികളുടെ സ്മാരകം നമ്മുടെ ഹൃദയത്തിലാണ് വേണ്ടത്. സമയായി. ആ, ഇന്ന് വിചാരണയാണ്. സർ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? നന്ദി. ഒരു ഉപകാരം ഞാൻ ചോദിക്കുന്നു. ഇവനെ ഉപേക്ഷിക്കരുത്. പണമായിട്ടൊന്നും കൊടുക്കണ്ട. വല്ലപ്പോഴും ഒരു തലോടല്, സ്നേഹപൂർവ്വം ഒരു ശാസന. ഇവൻ അനാഥനാണെന്ന് തോന്നരുത്. ഈ നോട്ട്സിലെ കൈപ്പട നിങ്ങളുടേതാണോ? അതെ. ഇത് ജോണി കൊലക്കേസിലെ പ്രതികൾ ഹാജരാക്കിയതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ നിങ്ങളുടെ നോട്ട്സ് എങ്ങനെ പ്രതിവാദം ലഭിച്ചു? നിങ്ങൾ പ്രതികളെ സഹായിക്കാൻ അത് സ്വന്തം താല്പര്യപ്രകാരം കൊടുത്തതാണോ? അല്ല. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണോ? മോഷ്ടിച്ചതാണെങ്കിൽ ആരാണെന്ന് പറയൂ. നിങ്ങളുടെ ഭാര്യ ഇത് മോഷ്ടിച്ച് പ്രതിഭാഗത്തിന് കൊടുത്തതാണെന്ന് ചില സാക്ഷികൾ മൊഴി തന്നിട്ടുള്ളത് സത്യമാണോ? എന്റെ ഫയലുകൾ എന്റെ ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, എനിക്ക് മാത്രം. ആലീസ് എന്ന വേശ്യയുമായുള്ള നിങ്ങളുടെ അഭിഹിതപേക്ഷ നാട്ടുകാർ പിടികൂടാൻ ശ്രമിക്കുകയും അതിന്റെ പേരിൽ നിങ്ങൾ അയൽവാസികളെ ആക്രമിക്കുകയും ചെയ്തു എന്നതിന് ഒരു പോലീസ് കേസ് നിങ്ങളുടെ പേരിലില്ലേ? അത് സത്യമല്ല. ആ സ്ത്രീയുമായി നിങ്ങൾക്ക് രഹസ്യ വീഴ്ചയുണ്ടായിരുന്നു? ഇല്ല. അന്ന് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു? മദ്യപിച്ച് ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ അർദ്ധരാത്രി രഹസ്യമായി പോയത് എന്തിനായിരുന്നു? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് സർ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. തുറന്നു കാണിക്കാൻ മനസ്സ് മാത്രമേ ഉള്ളൂ. തെളിവുകളില്ല. ആരും എന്നോട് നീതി കാണിച്ചില്ല. ഞാൻ അഭിമാനത്തോടെ അണിഞ്ഞിരുന്ന എന്റെ കറുത്ത വസ്ത്രം പോലും എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങല്ലേ വേണ്ടു. ഞാനത് ഉപേക്ഷിക്കാം സാർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഒരു രജിസ്റ്റർ ഉണ്ട്. അഡ്വക്കേറ്റ് ബിനോയ് ജോസഫിന്റെ നോട്ടീസാ. അനു ആ കുട്ടിയുടെ സമ്മതത്തോടെ ആയിരിക്കില്ല, എനിക്ക് ഉറപ്പാ. അന്യ സ്ത്രീയുമായി ബന്ധമുള്ള ഭർത്താവിന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആരും അല്ലാത്ത ഒരാളുടെ ഭാര്യ. ഷീ ഈസ് വെരി പ്രാക്ടിക്കൽ.
അങ്ങനെ കരുതുവോ? ഇന്നും ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ. അവളത് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എതിര് നിൽക്കില്ല. ഞാൻ അണിയിച്ച താലി കോടതി വിധിയുടെ ബലത്തിൽ അഴിച്ചു മാറ്റാം. പക്ഷേ മനസ്സ് എന്താ ആലോചിക്കണത്? വെറുതെ എന്തൊക്കെയോ. ബാല്യം, കൗമാരം, അനു, രാമേട്ടൻ. ഒന്നും ഓർക്കണ്ട, ഒന്നും. രാവിലെ ഉണരുമ്പോ ഓർക്കും, ഇന്ന് വരും. രാത്രി ഉറക്കം കാത്തു കിടക്കുമ്പോൾ വിചാരിക്കും, നാളെ വരും. വരാതിരിക്കില്ല. അത് മതിയായിരുന്നു ഈ ആയുസ് മുഴുവൻ. ആ പ്രതീക്ഷ അതും തകർന്നു പോയില്ല രാമേട്ട. രണ്ടുപേർക്ക് എന്നെ മനസ്സിലായിട്ടുള്ളൂ. ആലീസ്, പിന്നെ എന്റെ രാമേട്ടൻ. ഞാൻ എന്താ തരിക? തരാനുള്ളതെല്ലാം മോൻ എനിക്ക് തന്നു കഴിഞ്ഞു. ഒരച്ഛന്റെ സ്ഥാനം. മടുത്തു. രാമേഷനും വല്ലാതെ തളർന്നു പോയല്ലേ. നമ്മൾ പോകുന്നു, ഒരു യാത്ര. എങ്ങോട്ട്? മനസ്സെങ്ങോട്ടെന്ന് പറയുന്നു അങ്ങോട്ട്. അത് നല്ലതാ. എങ്ങോട്ടും ആയിക്കോട്ടെ. എന്തിനാ വന്നത്? ഇത്രയും മനക്കെട്ടി ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ അനിതയുടെ ചിറ്റമ്മയാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിയാ. 2 ദിവസം മുമ്പ് ഗോവിന്ദേട്ടന്റെ കത്തുണ്ടായിരുന്നു. സേതുമാധവൻ ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു. സേതു അയച്ചു? രാമേട്ട, എന്നെ സ്വീകരിക്കണ്ട. പക്ഷെ എന്നെ ഉപേക്ഷിക്കരുത്. മറ്റൊന്നും വേണ്ട. ഇതാണ് ഞാനുള്ള ഭാഗ്യം. അത് മാത്രം മതി. എന്താ കുട്ടി, നിന്നെ ഉപേക്ഷിക്കേ? കള്ളനായ അയാള് ഡൈവോഴ്സ് നോട്ടീസ് ഇങ്ങോട്ടാ വന്നത്. നിനക്കറിയോ, നീ പോയതി പിന്നെ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല പാവം. മോള് വാ. അകത്തേക്ക് വരാൻ അവകാശമുണ്ടോ എനിക്ക്? സ്വന്തം വീട്ടിലേക്ക് വരാൻ അവകാശമുണ്ടോന്നോ? വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. 10 നിമിഷം വയ്യെങ്കിൽ പുറപ്പെട്ടേനാ ഞങ്ങള്. ദീർഘയാത്രയാ. വെറുതെ. എന്നോട് ക്ഷമിക്കൂ രാമേട്ട. നിന്നോടല്ലാതെ പിന്നെ ആരോടാ മോളെ ക്ഷമിക്കുക? വാ.
ഇരിക്കുക. അല്ലാതെ കുളി മതിയാക്കാം. ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അതെ, കുളി മതിയാക്കാം. അല്ല കേട്ടോ.